ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ ഫേബിൾ. എന്താ പേഴ്സണൽ ഫേബിൾ? ബിലീഫ്, ഒരു വിശ്വാസം, റിസ്ക് ടേക്കിങ്ങിന് അവനെ പ്രാപ്തനാക്കുന്ന വിശ്വാസം. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന് നമ്മളെ പലപ്പോഴും ശീലിപ്പിക്കുന്നത് ഈ കുട്ടികളുടെ ഈ പ്രായത്തിലെ ഒരു ബിഹേവിയർ ആണ്. അതായത് നമ്മൾ അത്രയും നാൾ വഴക്ക് പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കുന്നവൻ എന്ത് എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുമല്ലേ, അവൻ എന്താ ഫീലിംഗ് ഓഫ് എന്താണ്, ഒരു ബിലീഫ് ഓഫ് എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ. അതായത് ഹി വിൽ ഫീൽ യുണീക്ക് അല്ലേ, അവൻ യുണീക്ക്, ഞാനൊരു എന്തോ ആണ് എന്നവന് തോന്നും അല്ലേ. അതുപോലെ ഡാഷ് മീൻസ് ദ ചിൽഡ്രൻ ടെൻ ടു സീ ദ വേൾഡ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ അതേഴ്സ് ഫ്രം ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഈഗോ സെൻട്രിസം അല്ലേ. ഈ ക്ലാസ് കണ്ടിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് 1 or 2 മാർക്ക് ICD സൂപ്പർവൈസറുടെ പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ വിളിക്കണം. ഓക്കെ, 9497742944 കേട്ടാ. നമ്പർ സേവ് ചെയ്ത് വെച്ചോ. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ICD സൂപ്പർവൈസറിൻ്റെ ഫൈനൽ സിലബസ് വന്നതിന് ശേഷം അല്ലേ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചാണ് ഹോം സയൻസിൽ വന്ന മാറ്റങ്ങൾ. ഹോം സയൻസിൽ നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ള സിലബസ് എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കൃത്യമായിട്ട് കുറച്ചുകൂടി കൊടുത്തു. പക്ഷേ ഹോം സയൻസ് മാത്രം ശ്രദ്ധിക്കൂ, 2-3 മാർക്കിന് നമുക്ക് ഡെവലപ്മെൻറ്റൽ തിയറീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തിയറീസ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റ പേര്, അപ്പോൾ അതിനകത്ത് എത്ര തിയറി പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ തിയറീസാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡിഗ്രി സിലബസിലുള്ള ഡെവലപ്മെൻറ്റ് തിയറീസ് എല്ലാം പഠിച്ചേ മതിയാകത്തുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഉറപ്പായിട്ടും ഒരു ചോദ്യം ചോദിക്കുമെന്ന് നമുക്കും നിങ്ങൾക്കും ഉറപ്പുള്ളത് ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ തിയറിയാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെയും നമ്മുടെ NCERT-യിലും ഈ ഒരൊറ്റ തിയറിയെക്കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. NCERT ഹോം സയൻസ് പുസ്തകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ട് തിയറി, പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പക്ഷേ ആ ചൈൽഡിൻ്റെ ഓരോരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും സെൻസറി മോട്ടോർ സ്റ്റേജും അതുപോലെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജും എല്ലാം വിശദമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിശദമായിട്ട് ജീൻ പിയാഷയുടെ വ്യൂ പോയിന്റ്സ് അവർ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു, പക്ഷേ നമ്മുടെ ഡിഗ്രിയുടെ റെഫറൻസ് പുസ്തകങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് NCERT-യിൽ ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ചോദ്യം നമുക്ക് മക്കളെ ഇതിനകത്ത് ഉറപ്പാണ്. ഈ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പിയാഷയുടെ ഫൈനൽ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കണം. എന്താണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിലെടുത്തു പറയുന്നുണ്ട് എല്ലാ പേരും ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരുക പോലും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അതുപോലെ ഒരു ചൈൽഡിനെ ആ കൃത്യമായ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സഹായവും വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യവും നമുക്ക് അറിയാം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസിൻ്റെ അഭാവത്തിലോ ഒരിക്കലും ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചോയ്സുകൾ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ടൊരു പുതിയ തിയറിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഉത്തരത്തിലേക്കോ എത്തിച്ചേരാൻ കുട്ടി കഴിയണമെന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ അറ്റൈൻ ചെയ്ത ആൾക്കാരാണ് പഠനത്തിലൂടെ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിനെ വിലയിരുത്തണം. എന്നാൽ മാത്രമേ ഇതിനകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റത്തുള്ളൂ. സംഭവം സിമ്പിളായിരിക്കും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും, ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ കൺഫ്യൂഷൻ കൂടാൻ സാധ്യതയേറെയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുന്ന കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റൈലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടും. 2 ചോദ്യം ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല ഈ ഒരൊറ്റ തിയറിന്ന്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്ലാസ്സിൻ്റെ അവസാനമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷന് വരുമ്പോൾ മാത്രമേ നമുക്ക് സംശയങ്ങൾ ക്ലിയറായി പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ സംശയം പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഇന്ന സ്റ്റേജിൽ വരേണ്ടതല്ലേ, ഇത് മറ്റേ സ്റ്റേജിൽ വരേണ്ടതല്ലേ, അനിമിസം, ഓരോ സ്വഭാവങ്ങൾ, കുട്ടി കാണിക്കുന്ന സ്വഭാവങ്ങളെല്ലാം ഓരോ സ്റ്റേജിൽ വരേണ്ടതല്ലേ, അല്ലെങ്കിൽ എന്താണ് സീരിയേഷൻ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് അവസാനം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ് വ്യക്തമായിട്ട് കാണുക. അതുപോലെ ഏറ്റവും അവസാനം വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചോദ്യം ചോദിക്കും, എന്നിട്ട് അതിനുശേഷം നിങ്ങളെ ഞാൻ ഉത്തരത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലിയർ ആയി പോകാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് മൊബൈൽ ഫോണിലാണ്. അപ്പോൾ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ DND ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കിയിട്ടതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ വളർച്ച പരിശോധിക്കുമ്പോഴത്തേക്കും നിശ്ചയമായിട്ടും നമുക്ക് ജീൻ പിയാഷയുടെ സംഭാവനകൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി. ഓക്കെ, എന്താണ് അദ്ദേഹം ഒരു സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ 3 കുട്ടികളിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാലം എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. പക്ഷേ അതിനകത്തും ഒരുപാട് ഈ പറഞ്ഞ പോലെ അറിയാലോ, ദിസ് ജസ്റ്റ് എ തിയറി പുട്ട് ഫോർവേഡ് ബൈ ഹിം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഉറപ്പായിട്ടും
എല്ലാവരും എല്ലാ കുട്ടികളും ഈ പറഞ്ഞ പോലെ അവസാനത്തെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ കടന്നു പോകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലോട്ട് എത്താത്ത ആൾക്കാരുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതുപോലെ മറ്റു പല സ്റ്റേജസും ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ആ പുള്ളി പറയുന്ന ടൈമിന് മുന്നോടിയായിട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് എല്ലാം ഉള്ള ഒരു തിയറി കൂടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഏജ് ഗ്രൂപ്പ് പറയുമ്പോഴത്തേക്കും ചെറിയ വേരിയേഷൻ നമുക്ക് നമ്മുടെ NCERT-യിലും ഡിഗ്രി ടെക്സ്റ്റിലും തമ്മിലുണ്ട്. വാട്ട് എവർ, ഇത് രണ്ടും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അത് കൊണ്ട് മാത്രം നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല കേട്ടോ. അതെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യം. എന്നാൽ തന്നെയും ഒരിക്കലും ഏജ് ഗ്രൂപ്പ് ചോദിക്കാൻ സാധ്യത താരതമ്യേന കുറവാണ്, പ്രത്യേകിച്ച് PSC. എന്തുകൊണ്ടെന്നാൽ ഈ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾവേസ് ഫ്ലക്ച്വേറ്റിംഗ്, അല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്വഭാവം ഏത് ഏജിൽ കാണിച്ചു തുടങ്ങുമെന്ന് പറയാൻ സ്വിച്ചിട്ട പോലെ കാണിക്കാൻ നമ്മളെല്ലാവരും യന്ത്രങ്ങളല്ല മക്കളെ, നമ്മളെല്ലാം മനുഷ്യരല്ലേ. അതെ, നമ്മളെല്ലാം വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ് അല്ലേ. നമ്മുടെ എല്ലാവരും ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും യുണീക്കാണ്. എന്നെ പോലെ അല്ല നിങ്ങൾ, നിങ്ങളെപ്പോലെ അല്ല മറ്റൊരാൾ അല്ലേ, നിങ്ങളെപ്പോലെ അല്ല നിങ്ങളുടെ മക്കൾ, ആരും സമന്മാരല്ല. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ കോമൺ ആയിട്ട് വരുന്ന ആ മൈൽ സ്റ്റോൺസ് കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് നടത്തിയൊരു സ്റ്റഡിയാണിത്. അതിന്റെ ഫലമായിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി ജീൻ പിയാഷെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. എന്താ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ വാക്കിലേക്ക് കുറച്ച് പോകാം. ബൗദ്ധികമായിട്ടുള്ള ഡെവലപ്മെന്റ്, വളർച്ചയല്ല ഡെവലപ്മെന്റ്, ഗ്രോത്ത് അല്ല ഡെവലപ്മെന്റ്. ഗ്രോത്ത് ആൻഡ് ഡിഫറെന്റ് ആർ ടു ഡിഫറെന്റ് ടേംസ് യുനോ. അപ്പോൾ അതിനെക്കുറിച്ച് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഡെവലപ്മെന്റ് വികാസമാണ് അല്ലെ, വികാസം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബൗദ്ധിക വികാസം എന്ന് മലയാളത്തിൽ പറയാം. എന്താണ് ബൗദ്ധിക വികാസം? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൺസേൺസ് ഹൗ ഹ്യൂമൻ അക്വയർ, ഓർഗനൈസ്, സ്റ്റോർ ആൻഡ് യൂസ് ദ നോളജ് ഇൻ ദെയർ ഇന്ററാക്ഷൻസ് വിത്ത് ദ വേൾഡ്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മൾ നോളജ് എന്ത് ചെയ്യുന്നുണ്ട്? അക്വയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കുട്ടി നടന്നു പോകുന്നതിലൂടെ അല്ലേ ഒരു നോളജ് അക്വയർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും, ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളിൽ അല്ലേ. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി വളർന്നു വരുന്നു, ആ കുട്ടിക്ക് ആഹാരം മാത്രം കൊടുക്കുന്നു, ആ കുട്ടിയെ പുറമേയുള്ള യാതൊരു കാര്യവുമായിട്ട് ഒരു ഇൻട്രാക്ഷനും ഇല്ല വളർത്തി കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ഒരു നോളജ് ഉണ്ടായി വരത്തില്ല, ഒരു ഇത്തരത്തിലുള്ളൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടായി വരത്തില്ല. പക്കാ ശരിയായ കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് മനുഷ്യർ നോളജ് അക്വയർ ചെയ്യുന്നത് അല്ലേ, അതുപോലെ അതിനെ ഓർഗനൈസ് ചെയ്യുന്നത്, അതുപോലെ അതിനെ സ്റ്റോർ ആൻഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. എന്ത് ചെയ്യണം? നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്താൽ മാത്രം പോരാ, അതിനെ സ്വീകരിക്കണം, അതുപോലെ അതിനെ ഓർഗനൈസ് ചെയ്ത് അടുക്കി വെക്കണം. അങ്ങനെ അടുക്കി വെച്ചാൽ മാത്രമേ ഫ്യൂച്ചർ റെഫറൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തെങ്കിലും സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതായത് തീ ഒരിക്കൽ കാണുകയും അല്ലെ തീയിലൊരിക്കൽ കൈകൊണ്ട് തൊടുകയും ചെയ്ത കുട്ടിക്ക് അറിയാം എന്ത് തീയിൽ തൊട്ടാൽ പൊള്ളും, ഇത്രയേ ഉള്ളൂ പരിപാടി. തീയുടെ അടുത്ത് വരെ പോകാം, അവൻ അറിയാം തീരെ അടുത്ത് വരെ പോയാൽ കുഴപ്പമില്ല, തീ കണ്ടാലും കുഴപ്പമില്ല. ഇത്രയും നോളജ് അവൻ അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന് ഫ്യൂച്ചർ യൂസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? തീയിൽ തൊടാൻ പാടില്ല എന്നുള്ള കാര്യത്തിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏറ്റവും സിമ്പിൾ ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് തീയിലെ കാര്യം മാത്രമല്ല, എൻറ്റയർ ദ വേൾഡിൽ നമ്മൾ ഫുൾ നോളജ് അക്വിസിഷനും അതുപോലെ ഫുൾ നോളജിന്റെ ഓർഗനൈസേഷനും അതുപോലെ അതിന്റെ സ്റ്റോറേജും എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ഫർദർ യൂസ് ഇൻ ദ ഇന്ററാക്ഷൻ വിത്ത് ദ വേൾഡ് അല്ലേ. നമ്മുടെ ഇന്ററാക്ഷൻ ലോകമായിട്ടുള്ള നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഇത് എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നു, അതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്, ആ വികാസത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലെ ഡിഗ്രിയുടെ സിലബസിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ബൈ ജീൻ പിയാഷെ, അതുപോലെ വിഗോസ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ്, അതുപോലെ ബേർണാസ് തിയറി, അതുപോലെ ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി, പിന്നെ കോൾബേഴ്സ് തിയറി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഒരെണ്ണം മാത്രമേ എടുത്താൽ പൊങ്ങത്തുള്ളൂ കേട്ടോ. ഏതാണ്? നമ്മുടെ ജീൻ പിയാഷെയുടെ തിയറി. അത് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ ചോദിച്ചാലും ഒരു ചോദ്യം മിസ്സാകാത്ത തരത്തിൽ നിങ്ങൾ ഒരു കോൺസെൻട്രേഷനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ സംഗതി നമ്മൾ ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്കത് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, ഒരു സംശയം ഉണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജീൻ പിയാഷെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി പോകാം. എന്തൊക്കെയാണ് ജീൻ പിയാഷെ? ഒരു സ്വിസ് സർജനാണ്, സ്വിറ്റ്സർലൻഡുകാരനാണ് ആര്? ജീൻ പിയാഷെ. അത് നമുക്കറിയാം. അതുപോലെ 1896 മുതൽ 1980 വരെ അദ്ദേഹത്തിന്റെ ജീവിതകാലയളവ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ 3 കുട്ടികളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ്. അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു തിയറിയിലേക്ക് വരുന്നത് കേട്ടോ. ഹി പൈനേർഡ് ഇൻ ദ തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ടുവാർഡ്സ് ദ
field of cognitive development. His theory was primarily based on his observations made by him on his 3 children. അല്ലെ അദ്ദേഹത്തിന്റെ 3 കുട്ടികളിലാണ് അദ്ദേഹം ആ ഒരു ഒബ്സർവേഷൻ നടത്തിയത്. He noted that children evolved, അല്ലെ children എന്ത് ചെയ്യുന്നു, ഇവോൾവ് ചെയ്ത് വരുന്നു. എന്തിലാ? in their process of thinking, അവരുടെ തിങ്കിങ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, അവർ ഇവോൾവ് ചെയ്ത് വരും എന്നുള്ളതാണ്. അതുപോലെ എന്താണ്, ഔട്ട്ലൈൻഡ് ഇൻ ഫോം ഓഫ് സ്റ്റേജസ്, അല്ലെ ചില സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം ഔട്ട്ലൈൻ ചെയ്ത് വെച്ചു. എന്താണ്, ഇൻഫൻസി മുതൽ അഡൽട്ട് കുട്ടി വരെ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു 4 സ്റ്റേജസ് ആയിട്ട് ഇത്തരത്തിലുള്ള ആ ചിന്തയുടെ വികാസത്തെ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചു. ആ 4 സ്റ്റേജസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ആ സ്റ്റേജസിലേക്ക് പോകാം. അതിനു മുന്നേ പ്രത്യേകിച്ച് ഫാക്ടേഴ്സ് പിയാഷെ കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതും കൂടെ ഒന്ന് നോക്കി പോകാൻ നമ്മൾ ടെക്സ്റ്റ് ഇല്ലാത്ത ഭാഗമാണ്. അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും തീയിൽ തൊടുന്ന കാര്യം, അതൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ, അതുപോലെ എത്ര ഫാക്ടേഴ്സ്, അല്ലെ ഇതുപോലെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേജസിലൂടെ കടന്നു പോകാൻ പറ്റൂ എന്ന് പിയാഷെ നിരീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അസിമിലേഷൻ. It refers to the process by which new objects and events are grasped or incorporated with the scope of existing schemes or structures. അതായത് നമുക്കിപ്പോൾ നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് സ്കീംസ് ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് നമ്മളിപ്പോൾ തീയിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും, അതെന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാക്കി വെച്ച് നമ്മുടെ തലച്ചോറുള്ള ഒരു സ്കീമാണെന്ന് വെച്ചോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു പുതിയ കാര്യം, അതായത് നമുക്ക് തീയെ നമ്മൾക്ക് അറിയാം, പക്ഷേ പിന്നെ ഈ കുട്ടി കാണുന്നത് എന്താണ്, ഒരു ഉലയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീയുടെ സാന്നിധ്യത്തിൽ നല്ല തിളച്ചു പഴുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കമ്പി അവൻ കാണുന്നു. അത് തീയല്ലല്ലോ, അവൻ്റെ ജ്വാല കാണാൻ പറ്റില്ലല്ലോ. നല്ല റെഡ് ഹോട്ട് അല്ലേ, നല്ല ചുവപ്പായിരിക്കുമ്പോഴത്തേക്കും അവനത് സന്തോഷം തോന്നാം, ഒരുപക്ഷെ പിടിക്കാം. ഇതെല്ലാം കുട്ടി നേരിട്ട് പോയി ചെയ്തല്ല നമ്മൾ പഠിക്കുന്നത്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ അറിവുകളും കേൾവികളും ഒക്കെ ചേർത്താ പഠിക്കുന്നത്, അല്ലേ. ഞാൻ പറഞ്ഞത് അസിമിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് പറയുന്ന ആ ഒരു നോളജിലേക്ക് വേറെ എന്തും കൂടെ വരുന്നു, ചൂടായിരിക്കുന്ന അയണിൽ തൊട്ടാലും പൊള്ളും. അപ്പോൾ എന്താണ് പൊള്ളലിന്റെ കാരണം എന്ന് പറയുമ്പോൾ ചൂട് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെയുള്ള പുതിയ നോളജിനെ നമ്മൾ അസിമിലേറ്റ് ചെയ്ത് വെക്കുന്നു. ആ അസിമിലേഷൻ വേണം എന്തിനു വേണ്ടിയിട്ട്? ദാറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു. എന്താണ് അസിമിലേഷൻ? നിങ്ങൾ എന്താണെന്ന് പഠിച്ചിരിക്കേണ്ട, ഇങ്ങനെ സാധനം ഉണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പഠിച്ചു വെക്കുക. അസിമിലേഷൻ കാര്യം നേരത്തെ പണ്ട് ചോദിച്ചിട്ടുള്ളത്, താഴെ തന്നിരിക്കുന്നവയിൽ പിയാഷെ കൺസിഡർ ചെയ്യാത്ത അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് എസെൻഷ്യൽ ആണെന്ന് പിയാഷെ കൺസിഡർ ചെയ്യാത്തത് ഏത് എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നോക്കാം, അസിമിലേഷൻ 1, 2 അക്കോമഡേഷൻ. രണ്ടും ഏറെക്കുറെ ഒരുപോലെ ഇരിക്കും കേൾക്കുമ്പോൾ. അക്കോമഡേഷൻ അല്ലേ, അവനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക, ഒരു ചിന്തയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക്. ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ദ എക്സിസ്റ്റിംഗ് സ്കീംസ് ഓർ സ്ട്രക്ചർ is modified to meet the resistance to straightforward grasping of assimilation of a new object or event. അപ്പോൾ അസിമിലേഷനും അക്കോമഡേഷനും ചോദിക്കോ ഇല്ല എന്നുള്ളതല്ല, എന്നാലും ഇത് വ്യത്യാസം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അസിമിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇംപ്രൂവിങ് ദെയർ നോളജ്, അതായത് അവരുടെ സ്കീമ ഇംപ്രൂവ് ചെയ്യുന്നു, ആ കുട്ടിയുടെ സ്കീമ ഇംപ്രൂവ് ചെയ്യുന്നു. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ മോഡിഫൈയിങ് അല്ലെങ്കിൽ അമെൻഡിങ്, അല്ലേ. നമുക്ക് നിലവിലുള്ള ഒരു സ്കീമ അമെൻഡ് ചെയ്യുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ നേരത്തെ തീയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അത് അത്രയും കണക്ട് ആവുകയില്ല, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ കയ്യിൽ പട്ടിയുണ്ട്, ഒരു പൂഡിൽ എന്ന് പറയുന്ന ഡോഗ് ഉണ്ടെന്ന് വെച്ചോ. ആ ഡോഗിനെ കണ്ടാൽ ഒരു പൂച്ചയെ പോലിരിക്കുന്ന ഒരു പട്ടിയാണ്, പൂച്ചപ്പട്ടി. ഒരു പൂച്ചപ്പട്ടിയുണ്ട്. ഈ പൂച്ചപ്പട്ടിയെ വളർത്തുന്ന കുട്ടിയും അതിൻ്റെ പിതാവും കൂടെ നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഡാഷണ്ട് എന്ന് പറയുന്ന ഒരു ഡോഗിനെ കാണുന്നു വയ്ക്കുക. അപ്പോൾ ഈ ഡാഷണ്ട് എന്ന് പറഞ്ഞ ഡോഗിനെ കാണുന്ന സമയത്ത് ഈ കുട്ടി എന്ത് പറയുന്നു? കുട്ടി പറയുന്നു, അയ്യോ അച്ഛ, അത് എന്ത് കണക്കിരിക്കുന്നു, അതെൻ്റെ പൂടിനെ പോലെ ഇരിക്കുന്നു, അതൊരു ഡോഗ് അല്ലേ എന്ന് ചോദിക്കുക. ഡോഗ് ആണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, അവന് ഡോഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഒരു സ്കീം അവൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സ്കീം, അപ്പോൾ പിതാവ് പറയണത് ശരിയാണ് മോനെ, അതൊരു ഡോഗ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അവൻ്റെ സ്കീം എന്ത് ചെയ്തു? അത് ഇംപ്രൂവ് ചെയ്തു, അല്ലെ, അത് അസിമിലേറ്റ് ചെയ്തു. ആ ഒരു നോളജ് ആ സ്കീമിലേക്ക് അസിമിലേറ്റ് ചെയ്തു. അതേസമയം അറ്റ് ദ സെയിം ടൈം അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കോ എന്താ സംഭവിക്കുന്നത്? ഈ പൂടിൽ എന്ന് പറഞ്ഞാൽ ഈ പൂച്ചപ്പട്ടി വളർത്തുന്ന ഈ കുട്ടിയും അച്ഛനും കൂടെ നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഇവൻ കാണുന്നത് ഒരു പൂച്ചയാണെന്ന് വയ്ക്കുക. രണ്ടിൻ്റെയും രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു, അച്ഛൻ മറ്റൊരു പട്ടി ഇതാ പോകുന്നു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോനെ അത് പട്ടിയല്ല, അത് പൂച്ചയാണെന്ന് പറയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ആ സ്കീമ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്ട്രക്ചർ, ആ സ്കീമയുടെ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യുന്നു. അവിടെ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് അക്കോമഡേഷൻ. അപ്പോൾ അസിമിലേഷൻ എന്താണെന്ന് മനസ്സിലായി, അക്കോമഡേഷൻ മനസ്സിലായി. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ആഗീരണം ചെയ്യുക, അല്ലേ. ആ ഒരു നോളജിനെ ആഗീരണം ചെയ്യലാണ് അസിമിലേഷൻ. അക്കോമഡേഷൻ എന്ന് പറയാൻ പുതിയ നോളജിനെ, നമുക്ക് നിലവിലുള്ള നോളജിനെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയ നോളജിനെ അക്കോമഡേറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളുടെ വ്യത്യാസം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാം ബയോളജിക്കൽ മെച്യൂരിറ്റി. ദ ബേസിസ് ഓഫ് പിയാഷെസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇസ് മെച്ചുറേഷൻ. അതായത് നമ്മുടെ ബയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്?
നമ്മുടെ പ്രായപൂർത്തിയാവുക അല്ലേ, ബയോളജിക്കലി നമുക്ക് പ്രായപൂർത്തിയാവുക. അതുകൊണ്ട് തന്നെ പ്രായം കൃത്യമായിട്ട് ഏകദേശം അദ്ദേഹം നിർവചിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിയാഷെയുടെ ക്ലാസിഫിക്കേഷന്റെ ബേസ് എന്താ മക്കളെ? ബയോളജിക്കൽ മെച്യൂരിറ്റി ആണ് അല്ലേ. ദിസ് ആക്ട്സ് ആസ് എ ബയോളജിക്കൽ ബേസ് ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതുപോലെ പറയുന്നു സം ഡിഗ്രി ഓഫ് മെച്ചുറേഷൻ അല്ലേ, കുറച്ച് മെച്ചുറേഷനും അതുപോലെ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക്, പ്രത്യേകിച്ച് പിയാഷെ പറയുന്ന സ്റ്റേജുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഡെവലപ്മെന്റോ നടന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അടുത്ത സ്റ്റേജിലേക്ക് കുട്ടി പോകത്തില്ല. അവിടെ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തെങ്കിലും കുറവുകൾ നേരിടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ഇതൊന്നും വെറുതെ വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഇത് മനസ്സിലാക്കുക. അസിമിലേഷൻ, ഇത് അങ്ങനെ ചോദിക്കാൻ സാധ്യത എന്നാലും മനസ്സിലാക്കുക. അസിമിലേഷൻ എന്താണ്, അസിമിലേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പിയാഷെ കൺസിഡർ ചെയ്തൊരു എസെൻഷ്യൽ ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ അക്കോമഡേഷൻ അദ്ദേഹം കൺസിഡർ ചെയ്ത മറ്റൊരു എസെൻഷ്യൽ ഫാക്ടറാണ്. പിന്നെ ബയോളജിക്കൽ മെച്യൂരിറ്റി അദ്ദേഹം കൺസിഡർ ചെയ്ത മറ്റൊരു ഫാക്ടറാണ്. അതുപോലെ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ദാറ്റ് ദെയർ ക്യാൻ ബി നോ നോളജ് ഡെവലപ്മെന്റ് വിത്തൗട്ട് റിലേറ്റിംഗ് ഒബ്ജക്ട്സ് അല്ലെ. പുറമേയുള്ള ഒബ്ജക്ട്സ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫിസിക്കൽ വേൾഡുമായിട്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവത്തില്ല, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അല്ലേ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ കൂടുതൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കളയുന്നില്ല. ഇത് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് മനസ്സിലാക്കി അസിമിലേഷൻ എന്താണെന്നും അക്കോമഡേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡിഫറൻസ് എന്താ മനസ്സിലായി. അതുപോലെ ബയോളജിക്കൽ മെച്യൂരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എന്താ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ. അതുപോലെ ഫിസിക്കൽ എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഫാക്ടേഴ്സ് പിയാഷെ കൺസിഡേർഡ് ആസ് എസെൻഷ്യൽ ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പോൾ നോക്കാം, പിയാഷെയുടെ തിയറി പ്രകാരം എത്ര 0 മുതൽ ഇൻഫൻസി അല്ലെ. ഇൻഫൻസി എന്ന് പറയുമ്പോഴത്തേക്കും 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നറിയപ്പെടുന്നു. പിന്നെ അതിനുശേഷം കുട്ടി 2 മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ പ്രീ ഓപ്പറേഷൻ കൃത്യമായിട്ടും ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല അല്ലേ, അവൻ പ്രവർത്തികളൊന്നും വലുതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. 2 അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതായത് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺക്രീറ്റ്, അത് നല്ല ഉറച്ച കാര്യങ്ങളായിരിക്കും. അതായത് അവനൊരു അതിൻ്റെ ഒരു സെക്കൻഡറി തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയില്ല. എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഈ 12 എന്നുള്ളത് 11 ഉണ്ട് നമ്മളെ NCERT-യിൽ. 12 ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലൊക്കെ 12 കിടക്കുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങളെ കുഴപ്പിച്ച് PSC ചോദിച്ചാൽ നമുക്ക് തിരുത്താം കേട്ടോ, പേടിക്കണ്ട, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യിക്കാം. അതുപോലെ പിന്നെ അടുത്തെന്താണ് അഡൽട്ട്. 12 ടു അഡൽട്ട് വരുമ്പോഴത്തേക്കും അഡൽട്ട്ഹുഡ് ഓർ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. എല്ലാവരും ഈ സ്റ്റേജിൽ എത്തിക്കൊള്ളണം നിർബന്ധമില്ല എന്നും എടുത്ത് പറയുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഏജ് ഗ്രൂപ്പുകൾ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്ന് വെച്ചാൽ ചോദിച്ചു കൂടായിക്കൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഓരോ ഗ്രൂപ്പിലും വരുന്ന കുട്ടികളുടെ സ്വഭാവങ്ങളും അവിടെ വരുന്ന വ്യത്യാസങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു കുട്ടി ഇന്ന സ്വഭാവം കാണിക്കുന്നു, ആ കുട്ടി ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായിരിക്കും കൂടുതൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. 0 മുതൽ 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ്. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, സെൻസറി മോട്ടോർ സ്റ്റേജ്. എന്താ ഈ കുട്ടി ചെയ്യുന്നത്? നിങ്ങളുടെ കുട്ടിക്കാലം സങ്കല്പിക്കുക, ഓർമ്മ ഉണ്ടാവില്ലല്ലേ 0 മുതൽ 2 വയസ്സ് വരെ. അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റാ കാണുന്ന കുട്ടികളെ നോക്കുക, അവ എന്തൊക്കെ ചെയ്യുന്നത്? അവൻ സെൻസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവും അല്ലേ. അതായത് എന്ത് കിട്ടിയാലും മണത്ത് നോക്കുക, കാണുക, നക്കുക, വായിൽ വെക്കുക, തൊട്ട് നോക്കുക അല്ലേ. തീ കണ്ടാൽ പോയി പിടിച്ചു നോക്കുക, തീ കത്തിച്ചു നോക്കുക, ഇതൊക്കെ അങ്ങനെയുള്ള മെയിൻ പരിപാടികളെല്ലാം സെൻസ്, ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യുക, ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി അല്ലേ. എന്താണ് 0 മുതൽ 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ്. ചിൽഡ്രൻ യൂസ് ദെയർ സെൻസസ് ആൻഡ് എബിലിറ്റി ടു മൂവ് ടു എക്സ്പ്ലോർ ആൻഡ് ഇന്ററാക്ട് വിത്ത് ദ സറൗണ്ടിങ്സ് അല്ലേ. അതായത് അവൻ എന്ത് ചെയ്യും? അവൻ്റെ സെൻസസ് ഉപയോഗിക്കും അല്ലേ. അതുപോലെ അവൻ്റെ എബിലിറ്റി ടു മൂവ്, അതായത് ക്രോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകും. അതുപോലെ അവൻ ഇത് എന്തിനു വേണ്ടി? അവൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും, വെളിയിൽ കയറി പോകണം. അല്ലെങ്കിൽ ഇപ്പം നല്ല സ്റ്റെപ്പ് കയറണം. ഓക്കെ, 1.5 വയസ്സൊക്കെ ഉള്ള ഇങ്ങനെ കൈയും കാലും ഇട്ടിട്ട് ഞാൻ കയറുമല്ലേ അവൻ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്റ്റേജ്, അതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നതാണ്. ചിൽഡ്രൻ യൂസ് ദെയർ സെൻസസ് ആൻഡ് എബിലിറ്റി ടു മൂവ്. അവൻ ചലിക്കാനുള്ള ശേഷിയെയും എന്തിനു വേണ്ടി ഉപയോഗിക്കും? എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ററാക്ട് ചെയ്യാനും വേണ്ടി അവൻ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രത്യേകത. ചിൽഡ്രൻ ഡിസ്പ്ലേ ദ ഫിനോമിന ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റേജ്. ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റ് പെർമനൻസ്. എന്താ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് കുട്ടികളെ നമ്മൾ പറ്റിക്കും അല്ലേ. എന്താണ്? അയ്യോ കാക്കുണ്ടോ എന്ന് പറയും അല്ലേ, കാക്കുണ്ടോ എന്ന് പറയും. നമ്മളൊക്കെ ഇവിടെ പറഞ്ഞതാണ്, നമ്മളിപ്പോഴും പിള്ളേരെ പറ്റിക്കും. വെച്ചിങ്ങളാ എന്താണ് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അവന് നാണയം ഇവൻ വായി ഇടും നമുക്കറിയാം, നക്കി നോക്കുമെന്ന് അറിയാം. അപ്പോൾ നാണയം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മാറ്റം അയ്യോ കാക്കുണ്ടോയി
ഇതുകൂടെ വളർന്നു കഴിഞ്ഞാൽ 2 വയസ്സ് കഴിഞ്ഞാൽ കാക്ക കൊണ്ട് പോവുകയില്ല, അവൻ തപ്പി പിടിച്ച് വരും അല്ലേ. കാക്കയെന്ന് കൊണ്ടുപോയി മാമ എനിച്ചറിയാം, പത്തി മാമ എന്നെ കളിയാക്കേണ്ടത് പറ്റിക്കേണ്ടത് പറഞ്ഞിട്ട് യവൻ വന്ന് എടുത്തുകൊണ്ട് പോകും അല്ലേ. ഇതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഇത് എപ്പോഴാണ് വരുന്നത്? ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റേജ്. ഈ സ്റ്റേജ് അവസാനിക്കുമ്പോൾ അത് 2 വയസ്സിൽ തന്നെ അവസാനിക്കുമെന്നും പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ 1.5 വയസ്സിൽ ഇവൻ ഒബ്ജക്റ്റ് പെർമനൻസിലേക്ക് എത്തിയാലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2.5 വയസ്സിലായിരിക്കും എത്തുന്നത്. അപ്പോൾ എന്തായാലും പിയാഷയുടെ ഒരു നിഗമന പ്രകാരം 0 മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന സംഗതി കുട്ടി അച്ചീവ് ചെയ്യുന്നത് ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റേജ് ആണ്. ഇതാണ് ഇവിടുത്തെ ചോദ്യം അല്ലെ. ഒബ്ജക്റ്റ് പെർമനൻസ് അച്ചീവ് ചെയ്യുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ എൻഡിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. വിച്ച് ഈസ് ബിക്കമിങ് അവെയർ ദാറ്റ്. എന്താണ് അവൻ ചെയ്യുന്നത്? ഒരു സാധനം ഇല്ല, അത്രേ ഉള്ളൂ. മറ്റെന്താണ്, നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് മറച്ചു വെച്ചു, അവൻ കണ്ണിൽ കാണെങ്കിൽ മാത്രമേ ആ ഉണ്ടെന്ന് അവൻ വിശ്വസിക്കത്തുള്ളൂ. മറ്റത് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എത്താത്ത കുട്ടിയെ സംബന്ധിച്ചുള്ള അവൻ പിന്നെ അതിനെക്കുറിച്ച് ബോധമല്ല അല്ലേ. അവനെക്കുറിച്ച് ബോധമല്ല, അവനെ പറ്റിക്കാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ ഒബ്ജക്റ്റ് പെർമനൻസ് അപ്പിയർ ചെയ്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ തിരക്കി വരും അല്ലേ. എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് നോക്കി അവൻ വരും. ഇതാണ് സംഭവം. അത് കാണാത്ത സാധനവും ഉണ്ട്, ഈവൻ ഔട്ട് ഓഫ് സൈറ്റ്. അതായത് ദേ എക്സിസ്റ്റ്, ദേ കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ വെൻ ഔട്ട് ഓഫ് സൈറ്റ്. ഇതാണ് തിയറിറ്റിക്കൽ വേർഡ്, ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ദ ചൈൽഡ് ഈസ് ബിക്കമിങ് അവെയർ ദാറ്റ് ആൻ ഒബ്ജക്ട് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ വെൻ ഔട്ട് ഓഫ് സൈറ്റ്. അവന്റെ കണ്ണിൽ നമ്മൾ മറച്ചു വെച്ചാലും അത് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് വരുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാനത്തിലാണ് വരുന്നത് അല്ലേ. അതുപോലെ എൻഗേജിങ് ഇൻ സിംബോളിക് തോട്ട്സ് അല്ലെ. സിംബോളിക് തോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് കൊച്ച് എന്ത് ചെയ്യുന്നു, ഒരു 1.5 വയസ്സായ കൊച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്ന അവൻ കാണുന്നുണ്ട്, ഇവൻ ഈ സാധനം എടുത്ത് ഫോൺ വിളിക്കുന്ന പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സിംബോളിക് തോട്ട്സ് അല്ലേ. അങ്ങനെ അതിൻ്റെ പ്രിമിറ്റീവ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ സ്റ്റേജിന്റെ അവസാനത്തിലാണ് അല്ലേ. എൻഗേജിങ് ഇൻ സിംബോളിക് തോട്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്റ്റേജ്. ശ്രദ്ധിക്കണം കേട്ടോ, ഈ സ്റ്റേജിന്റെ അവസാനത്തിലാണ്. ശ്രദ്ധിക്കണം, ഈ 2 കാര്യങ്ങളും നമ്മുടെ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാനത്തിലാണ്. അതായത് അടുത്ത സ്റ്റേജിൽ ഇതുണ്ട്, മനസ്സിലാക്കുക. സെൻസറി മോട്ടോർ കഴിഞ്ഞ് വരുന്ന സ്റ്റേജിൽ ഈ 2 കാര്യങ്ങളും വളരെ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നല്ല, നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായിട്ട് പഠിച്ചിട്ട് പോകരുത്. ഒബ്ജക്റ്റ് പെർമനൻസ് അവൻ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നത് എവിടെയാണ്? ബൈ ദ എൻഡ് ഓഫ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അതുപോലെ സിംബോളിക് തോട്ട്സ് അവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ബൈ ദ എൻഡ് ഓഫ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ 2 കാര്യങ്ങൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 0 to 2 years. അതുപോലെ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രകാരം ആദ്യത്തെ സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണ്ട. ഇനി നോക്കാം 2 to 7 years പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും ഇവിടെയാണ് പ്രധാനമായിട്ടും പ്രിഡോമിനന്റ് ആവുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഭാഗം ഇതാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാകരുത്. കാരണം നമ്മുടെ കുട്ടികൾ ആരാ? നമ്മുടെ കൂട്ടുകാരാരാ? ഏറ്റവും കൂടുതൽ നമ്മൾ അംഗൻവാടിയിൽ വരുന്ന ആരാണ്? 3 മുതൽ 6 വയസ്സ് പ്രായമുള്ള പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളല്ലേ, അല്ലേടാ? ആണ്. അപ്പോൾ എന്താണ്, 2 മുതൽ 7 വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് കൃത്യമായിട്ട് അത് പറയാൻ കേട്ടോ, ചോദിക്കാൻ. കാരണം ഇവിടെ വേറെ വേരിയേഷൻ വന്നിട്ടില്ല. അപ്പോൾ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെയ്യാൻ അവൻ പഠിച്ചിട്ടില്ല. ചെയ്യാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് അല്ലേ. പ്രീ ഓപ്പറേഷൻ മീൻസ് ബിഫോർ ബീയിങ് ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, ലോജിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ, അങ്ങനെ നടപ്പിലാക്കാനുള്ള ഒരു ശേഷി കൈവരിക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിനെ എന്ന് വിളിക്കുക എന്താ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ചോദിക്കാൻ വേണമെങ്കിൽ പ്രീ ഓപ്പറേഷൻ മീൻസ് ഡാഷ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, ബിഫോർ ബീയിങ് ലോജിക്കൽ. കാരണം ഇത് NCERT വേർഡിങ്സ് ആണ് കേട്ടോ, NCERT വേർഡിങ്സ് ആണ്, മറന്നു പോരുത്. നോക്കാം, അറ്റ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഇൻഫൻസ് ഡോണ്ട് തിങ്ക് ലോജിക്കലി. അതായത് ലോജിക്കൽ തിങ്കിങ് അവർക്ക് ഇല്ല. ആൻഡ് ദേ ലേൺ ലാംഗ്വേജ് ആൻഡ് സിംബോളിക് തോട്ട്. അതായത് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങും, സിംബോളിക് തോട്ടുകളും പഠിക്കാൻ തുടങ്ങും. അതായത് എൻ്റെ കൊച്ചു ഇങ്ങനെ കാണിക്കും വയറ് വിശക്കണേന്. അവന് 4 വയസ്സാവാറേ, അവനിപ്പോഴും സംസാരിക്കാൻ വയ്യ, വിശക്കാണ് എന്ന് അവൻ അത്യാവശ്യത്തെ പറയുള്ളൂ. അത് അവൻ്റെ പന്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ ഭയങ്കര വർത്താനമാണ്. ഇങ്ങനെ ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറയും. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ കാണിക്കുകയുള്ളൂ, ഇങ്ങനെ കാണിക്കും. എളുപ്പത്തിൽ കാര്യം കഴിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ എന്താണ്,
ലാംഗ്വേജ് ആൻഡ് സിംബോളിക് തോട്ട്, സിംബോളിക് ആയിട്ട് അവൻ കാര്യങ്ങൾ എന്ത് കൈമാറാനും പെരുമാറാനൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. അറ്റ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഇൻഫൻസ് ഡോണ്ട് തിങ്ക് ലോജിക്കലി, അവർ ലോജിക്കലി ചിന്തിക്കുന്നില്ല, അതിനുള്ള ശേഷി അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേജിനെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ അവർ ലാംഗ്വേജ് പഠിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. അതുപോലെ സിംബോളിക് തോട്ടും ഈ ഒരു ടൈമിന്റെ പ്രത്യേകതയാണ്. ഈ രണ്ട് കാര്യം നേരത്തെ സിംബോളിക് തോട്ട് അവിടെ ഫസ്റ്റ് സ്റ്റേജിന്റെ എൻഡിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വളരെ പ്രിഡോമിനന്റ് ആയിരിക്കും അല്ലേ. ചിൽഡ്രൻ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ പ്രിറ്റൻഡ് ടു പ്ലേ വിത്ത് സിംബോളിക് തിങ്കിങ് ഓൺ എ ഹൈ ബട്ട് ലോജിക്കൽ തിങ്കിങ് അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ്. അതായത് പ്രിറ്റൻഡ് പ്ലേ കണ്ടോ, ഇത് നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് സിംബോളിക് തിങ്കിങ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേടാ. അതുപോലെ എന്താണ് പ്രിറ്റൻഡ് ടു പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് മേക്ക് ബിലീഫ് പ്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അത് തന്നെയാണ്. ഇപ്പോൾ എന്താണ് ഈ കുട്ടി ടീച്ചറെ കാണുന്നുണ്ട്, അംഗൻവാടിയിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വീട്ടിൽ വന്നിട്ട് അതിന് ഡോളിനെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് അതിനെ പഠിപ്പിക്കുകയാണ് അല്ലേ. ഇതാണ് പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത്. ചിൽഡ്രൻ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ പ്രിറ്റൻഡ് പ്ലേ ഏത് ഏജ് ഏത് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അതുപോലെ ചിൽഡ്രൻ ലാക്ക് ലോജിക്കൽ തിങ്കിങ് ഏത് ഏജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് പ്രധാനമായിട്ട് ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ളത് അല്ലേടാ. മനസ്സിലാവുന്നുണ്ട്, വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതല്ലേ? മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. ചിൽഡ്രൻ ഇൻ ദിസ് സ്റ്റേജ് ഡിസ്പ്ലേ ഈഗോ സെൻറ്ററിസം ഈഗോ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈഗോ അല്ല കേട്ടോ, ഈ കുട്ടികളുടെ ഈഗോ. ഇത്രയേ ഉള്ളൂ, ഞാൻ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. വിച്ച് ഈസ് ഫെയിലിയർ ടു സീ ദ വേൾഡ് ഫ്രം അതേഴ്സ് പെർസ്പെക്റ്റീവ്. ഉദാഹരണം പറഞ്ഞാൽ സൺ ആൻഡ് മൂൺ ഫോളോസ് അസ്. അതായത് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റാകെയുള്ള ഭാഗങ്ങളൊന്നും നമ്മളെ കൂടെ വരുന്നില്ല. പക്ഷേ ഇവിടെ നിന്നാലും തിരുവനന്തപുരത്ത് പോയിരുന്നാലും സൂര്യൻ എൻ്റെ കൂടെ വന്നല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്ത് ഈഗോ സെൻട്രിസം. എന്നാൽ ഇവൻ ചിന്തിക്കുന്നില്ല, നേരത്തെ പരപ്പിൽ ഇത്രയും 30 കിലോമീറ്റർ പരപ്പിൽ നിന്ന ഞാൻ അവിടെയും സൂര്യനെ കണ്ടിരുന്നല്ലോ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളും ഇപ്പോൾ സൂര്യനെ അടുത്ത് കാണുകയായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാനുള്ള ശേഷി ഈ കുട്ടിക്ക് വരുന്നില്ല. ഇതാണ് ബേസിക്കലി പറഞ്ഞാൽ ഈഗോ സെൻട്രിസം. ഇതിന് വേണ്ടിയിട്ട് വളരെ ഇതായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, GNPH നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മൗണ്ടൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ കുട്ടിയെ ഇവിടെ ഇരുത്തും. ഈ കുട്ടി ആദ്യം ഇവിടെ ഇരുത്തും കേട്ടോ. ഇവിടെ ഇരുത്തിയതിന് ശേഷം ഇവിടെ ഒരു ഡോളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പട്ടിയുടെ ഒരു ഡോൾ ഉണ്ടെന്ന് വെച്ചോളൂ, പട്ടിയുടെ ഡോൾ ഉണ്ട്. അപ്പോൾ അതേസമയം ഇവിടെ എന്തുണ്ട്, ഒരു പശുവിൻ്റെ ഡോളാണ് നിൽക്കുന്നത് വെച്ചോളൂ. അപ്പോൾ ആദ്യം ഈ കുട്ടിയെ ഇവിടെ ഇരുത്തിയിട്ട് ഇതിങ്ങനെ കാണിക്കും. അപ്പോഴത്തേക്ക് അതെന്താണ് കാണുന്നത്, അത് ഈ ഒരു ഡോളായിരിക്കും കാണുന്നത്. പക്ഷേ അതേസമയം ഇപ്പുറത്തെ കൊണ്ടിരുത്തിയതിനു ശേഷം നമ്മൾക്ക് ചോദിക്കുകയാണ് ഇവിടെ എന്താ കാണുന്നത് മോനെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും ഈ ഒരു കൗവിൻ്റെ ഡോളാണ് കാണുന്നത് പറയും. എന്നിട്ട് അവൻ്റെ ചോദിക്കുകയാണ് മോനെ ആ ഡോള് അവിടെ ഇരിക്കുന്ന ഡോൾ എന്തായിരിക്കും കാണുന്നത്. അപ്പം നേരത്തെ അവൻ അവിടെ നിന്ന് കണ്ടതാണേ, ഡോൾ എന്തായിരിക്കും കാണുന്നത്, ഡോളിന്റെ കണ്ണിൽ കൂടെ നോക്കി നമുക്കറിയാൻ പറ്റില്ല. ഡോൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും കാണുന്നത് പട്ടിയുടെ പാവയായിരിക്കും അല്ലേ, ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ പാവയായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള ശേഷി ഇല്ലായ്മ, അതിനെയാണ് നമ്മൾ ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഉദാഹരണം സൺ ആൻഡ് മൂൺ ഫോളോസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ. അതാണ് മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ, വിച്ച് ഇസ് ദ ഫെയിലിയർ ടു സീ ദ വേൾഡ് ഫ്രം അനദേഴ്സ് പെർസ്പെക്റ്റീവ് അല്ലേ. മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാനുള്ള ശേഷി ഇല്ലായ്മയാണ് ഈഗോ സെൻട്രിസം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും ഇത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കും. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ദിസ് ഇസ് വെരി വെരി എവിഡന്റ് അല്ലേ ഈഗോ സെൻട്രിസം. കാരണം ഈ ഒരു പരീക്ഷണമൊക്കെ ലോക പ്രശസ്തമാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ അതിന്റെ പരീക്ഷണം കുട്ടികൾ പറയുന്നത് കാണാൻ പറ്റും. ഈ മൗണ്ടൻ എക്സ്പെരിമെന്റ് അതേപോലെ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ടു നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഈഗോ സെൻട്രിസം. ഇനി നോക്കാം, റീസണിങ് സ്കില്ലെല്ലാം വളരെ വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതായത് ലോജിക്കൽ തിങ്കിങ് ഇല്ല. പൂർ റീസണിങ് എബിലിറ്റി ഈസ് എവിഡൻസ്ഡ് ഇൻ എന്തിലെല്ലാം കൂടെ നമുക്ക് പൂർ റീസണിങ് എബിലിറ്റി നമുക്ക് എവിഡൻസ് ചെയ്യാമെന്ന് ഡിഗ്രി ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ NCERT-യിൽ ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് എവർ ഈ ടേംസ് എന്താണെന്ന് പഠിച്ചിരിക്കണം, ഈ ടേംസ് ഏതൊക്കെ സ്റ്റേജിലാണ് വരുന്നതെന്ന് പഠിച്ചിരിക്കണം, ഈ ടേംസിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രം മതി ഉത്തരം എഴുതാൻ, പഠിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുകയില്ല. മനസ്സിലാക്കണം, ഇത് കാണാതെ പഠിച്ച് ഉത്തരം എഴുതാൻ പറ്റുകയില്ല. അറിയണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വ്യക്തമായുള്ള ധാരണ നമുക്കുണ്ടാവണം. ആ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ മക്കളെ. അതുകൊണ്ട് എന്ത് ചെയ്യണം, കാണാതെ പഠിക്കാൻ നിൽക്കരുത് ദയവേത്. ഒരു പ്രാവശ്യം കണ്ടിട്ട് ക്ലാസ്സിനെ കുറിച്ച് ധാരണ കിട്ടുന്നില്ലെങ്കിൽ 2, 3, 4 തവണ കാണുക. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രേഷൻ. എന്താണ് സെൻട്രേഷൻ? ഈഗോ സെൻട്രിസവും ഈ സെൻട്രേഷൻ എന്ന കൺസെപ്റ്റുമായിട്ട് നമുക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റും. ദ ടെൻഡൻസി ടു സീ ഓൺലി വൺ ഫീച്ചർ ഓഫ് ദ ഒബ്ജക്ട് ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിങ് ഓൾ ദ ഫീച്ചേഴ്സ് ടുഗദർ. അതായത്
അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസർവേഷൻ അല്ലെ, കൺസർവേഷൻ, ലാക്ക് ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റ് തന്നെ ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. അതായത് സെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ ഫീച്ചർ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ആ കുട്ടി ഒരു ഒറ്റ ഫീച്ചറിലോട്ട് മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടി എന്തിലേക്ക് വരും, ഒരു ഫാൾസ് കൺക്ലൂഷനിലേക്ക് വരും അല്ലേ. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പടം കാണിച്ചു തരാം. അത് ആക്ച്വലി ഞാൻ അവസാനത്തെ ഇത് കൺസർവേഷന് വേണ്ടി വെച്ചിരുന്നതാണ് അല്ലേ. ഇവിടെ ഞാനിത് മൊത്തം ഇട്ടിട്ട് പറഞ്ഞു തരാം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുട്ടി ഇത് അത്ര ചെറിയ കുട്ടിയല്ലേ, ഇച്ചിരി വലിയ കുട്ടിയാണ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ആ കുട്ടിയെ വിട്ടേക്ക്. അപ്പോഴത്തേക്കും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ 2 ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിലിരുന്ന ഈ ഒരു വാട്ടർ എടുത്ത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോഴത്തേക്കും ഈ കുട്ടി ഇതിന്റെ ഹൈറ്റ് മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സെൻട്രേഷൻ പ്രകാരം എന്താണ്, ദാറ്റ് ഈസ് എ ടെൻഡൻസി ടു സീ ഓൺലി ദ വൺ ഫീച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിങ് ഓൾ ദ ഫീച്ചേഴ്സ് ടുഗദർ. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ പറഞ്ഞ പാത്രത്തിന്റെ ഉയരം മാത്രം കൺസിഡർ ചെയ്യുകയും അത് എങ്ങനെ തീരുമാനത്തിലെത്തും, ഉയരം മാത്രമുള്ള കൂടുതൽ ഉയരമുള്ള പാത്രത്തിൽ കൂടുതൽ വെള്ളമുണ്ട് എന്ന തീരുമാനത്തിൽ ആ കുട്ടി എത്തുന്നു. ഇതാണ് സെൻട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം സെൻട്രേഷൻ ഇല്ലാത്ത ഡീസെൻട്രേഷൻ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാക്കാൻ പറ്റുമല്ലേ, ഇതിന് ഇത്രയും വിസ്താരമുണ്ട്, അതുപോലെ ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ നമുക്ക് വിഷ്വലി വിസിബിൾ ആണെന്നുള്ള കാര്യത്തിലേക്ക് ആ കുട്ടിക്ക് ഒരു ഡിസിഷനിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ അല്ലേടാ. അപ്പോൾ ഈഗോ സെൻട്രിസം എന്താണെന്ന് മനസ്സിലായി അല്ലേ. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ ഉള്ള കഴിവില്ലായ്മയാണ് ഈഗോ സെൻട്രിസം. അടുത്ത സെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ടെൻഡൻസി ടു സീ ഓൺലി വൺ ഫീച്ചർ ഓഫ് ദ ഒബ്ജക്ട് ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിങ് ഓൾ ദ ഫീച്ചേഴ്സ് ടുഗദർ. ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ സെൻട്രേഷൻ ആപ്ലിക്കബിൾ ആക്കാം കേട്ടോ, ആപ്ലിക്കബിൾ ആക്കാം. കാരണം മൗണ്ടൻ എക്സ്പീരിയൻസ് വെച്ചും സെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, കാരണം ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള സംഗതികളാണ്. എന്തായാലും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആരിലുണ്ട്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടികളിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ചോദ്യം ഇവിടുത്തെ, മനസ്സിലായില്ലേ. അപ്പോൾ അടുത്ത ഇറിവേഴ്സിബിലിറ്റി, ദ ചൈൽഡ്സ് ഫെയിലിയർ ടു മെന്റലി റിവേഴ്സ് ആൻ ആക്ഷൻ അല്ലേ. ഒരു ആക്ഷനെ കൃത്യമായിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഇനബിലിറ്റി ഉണ്ട് കുട്ടിക്ക്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പേപ്പർ എടുത്തു, 4 മടക്കി അല്ലെ, 2 മടക്കി, പിന്നെ 4 മടക്കി, പിന്നെ 8 മടക്കി ഒരു വെട്ടി, ഇത്രയും നമ്മളെ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് മെന്റലി ഒന്ന് റിവേഴ്സ് ചെയ്ത് ചിന്തിക്കാനുള്ള ശേഷി ഈ കുട്ടിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എന്താണ് കൺസർവേഷന് വേണ്ടി കാണിച്ച ആ ഒരു എക്സാമ്പിൾ തന്നെ അത് റിവേഴ്സ് ചെയ്ത് ചിന്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ആ കറക്റ്റുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ. അതായത് 3 പാത്രങ്ങൾ വെച്ചിരിക്കുന്നു, 2 സെയിം സൈസുള്ള ബീക്കർ കണ്ടോ, 2 സെയിം സൈസുള്ള ബീക്കർ, സെയിം സൈസുള്ള ബീക്കറിൽ ഒരേ തുല്യ അളവിൽ ജലം. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നു ഏതിലാ കൂടുതൽ വെള്ളം എന്ന് ചോദിച്ചാൽ ആവുമ്പോൾ 2 ഉത്തരം പറയും, 2ലും തുല്യമായ വെള്ളമാണ് അച്ഛാ എന്ന് പറയും. അതേസമയം നല്ല ഉയരത്തിലുള്ള ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തുള്ള വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ ഇത്രയും കാണിക്കുന്നു. അപ്പോഴവൻ എന്ത് ചെയ്യും, അവൻ സെൻട്രേഷൻ പ്രകാരം ഇതിന്റെ ഹൈറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം കൂടുതൽ എന്ന് അവൻ പറയും. അതൊരു ഇറിവേഴ്സിബിലിറ്റി കാരണവുമാണ് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ. കാരണം ഇതിൽ തുല്യമായ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത് അല്ലെ. അതൊന്ന് റിവേഴ്സായി ചിന്തിച്ച് നോക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞേനെ ഇതിൽ 2ലും തുല്യമായിട്ടുള്ള വെള്ളമാണെന്ന് പറഞ്ഞേനെ അല്ലേടാ. അപ്പോൾ ഇറിവേഴ്സിബിലിറ്റി മനസ്സിലായി, സെൻട്രേഷൻ മനസ്സിലായി, ഈഗോ സെൻട്രിസം മനസ്സിലായി. അടുത്ത അനിമിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഹി ബിലീവ്സ് ദാറ്റ് അനിമേറ്റ് ഒബ്ജക്ട്സ് ആൾസോ ഹാസ് ലൈഫ് ആൻഡ് ഫീലിങ്സ്. കണ്ടോ, ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പനി നോക്കുന്ന കണ്ടില്ലേ ഡോളിന്റെ. ഇത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്, നമ്മളെ കുട്ടികൾ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഡോൾ പ്ലേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അയ്യോ എൻ്റെ കുഞ്ഞിന് വിഷമായോ എന്തോ എന്ന് പറഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്യും, അതിനെ തറയിൽ വീണ് കഴിഞ്ഞാൽ തന്നെ എടുത്ത് താലോടുകയും അത് കരയുകയും അല്ലെ. എൻ്റെ ഡോള് തറയിൽ വീണെന്ന് പറഞ്ഞാൽ കരയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ. എന്തുകൊണ്ടാ, ഡോളിന് വേദനിക്കുമെന്നാണ് അത് കരുതുന്നത്. കാരണം ഇന്നലെ വീണപ്പോൾ എനിക്ക് വേദനിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ട് ഡോളിന് വേദനിച്ചില്ല, ഡോളിനും വേദനിക്കും. ഇതാണ് അനിമിസം എന്ന് പറയുന്നത്. അനിമിസം ബിലീവ്സ് ദാറ്റ് അനിമേറ്റ് ഒബ്ജക്ട്സ് ആൾസോ ഹാസ് ലൈഫ് ആൻഡ് ഫീലിങ്സ് ഉണ്ട് അനിമിസം പ്രകാരം അല്ലെ. ഇതും ഏതിലാ മക്കളെ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ക്യാരക്ടർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ആർട്ടിഫിഷ്യലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ രവീന്ദ്ര സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, ഉണ്ടാക്കൽ സിദ്ധാന്തം എന്നൊക്കെ പറയാം അല്ലെ. അദ്ദേഹം നിങ്ങൾക്ക് ചിലരൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, സി രവിചന്ദ്രൻ എന്ന് പറഞ്ഞ സാറിന് അറിയാൻ പറ്റുമായിരിക്കും, ഒരു പക്ഷേ അറിയപ്പെടുന്ന നാസ്തികനാണ്. അപ്പൊ അദ്ദേഹം ഈ ദൈവവിശ്വാസം അന്ധവിശ്വാസത്തിനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞ ഈ ആർട്ടിഫിഷ്യലൈസേഷൻ. ഈ ഒരു സംഭവം കുട്ടികളിലുണ്ട്, ഇത് വലിയവരിലും ഉള്ളതിന്റെ ഒരു വകഭേദമാണ് ദൈവവിശ്വാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, അതിനെ പോകുന്നില്ല, പോയാൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ വിശ്വാസങ്ങൾ
വേണ്ട, അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ആർട്ടിഫിഷ്യലൈസ് ബിലീവ് ദാറ്റ് ചൈൽഡ് തിങ്സ് സം എൻവയോൺമെന്റൽ കമ്പോണൻസ് ആർ മാൻ മെയ്ഡ്. എക്സാമ്പിൾ ക്ലൗഡ്. ഉദാഹരണത്തിന് അവൻ ആ ഒരു ഏജിൽ രണ്ട് സാധനങ്ങൾ കാണുന്നത്, ഒന്ന് മാൻ മെയ്ഡ് ആയിട്ടുള്ള സാധനവും പിന്നെ ഇവിടെ ഉള്ള സാധനവും. അപ്പോൾ അവൻ ചെയ്യും, ക്ലൗഡ് കാണുമ്പോൾ അവൻ വിചാരിക്കും ഇത് മാമൻ ഉണ്ടാക്കിയതായിരിക്കും. മാമൻ. അപ്പൊ അവിടെയാണ് ഒരു മൂന്നാമതൊരാൾ, ആരോ ഒരു ഉണ്ടാക്കുന്ന ഒരാൾ, അല്ലെ, ആ ഒരു തോട്ട്, ദൈവം എന്നൊരു തോട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിവിടെ ഉണ്ടായതാണ്, ഇവിടെ ഉള്ളതാണെന്ന് ചിന്തിക്കാൻ ആ കുട്ടിക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. ഇതാണ് ആർട്ടിഫിഷ്യലൈസ്. നാച്ചുറൽ ആയിട്ടുള്ള പല സാധനങ്ങളും, മല ഉണ്ടാക്കിയത് ആരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കൂലേ, ആ ചിന്താഗതി. ഇതാണ് ആർട്ടിഫിഷ്യലൈസേഷൻ. എന്താണ്? ദാറ്റ് ബിലീവ് ദാറ്റ് ചൈൽഡ് തിങ്സ് സം എൻവയോൺമെന്റൽ കമ്പോണൻസ് ആർ മാൻ മെയ്ഡ്. എക്സാമ്പിൾ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൗണ്ടൻസ് എല്ലാം ഒരു പക്ഷേ കുട്ടി അങ്ങനെ ചിന്തിച്ചേക്കാം. ഇതാണ് ആർട്ടിഫിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, കൺസർവേഷൻ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ചിൽഡ്രൻ ആൾസോ എവിഡൻസ് ഫെയിലിയർ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. ഈ ഒരു ഏജിലുള്ള കുട്ടിയെ സംബന്ധിച്ചുള്ള അവനെന്ത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷനെ സംബന്ധിച്ച് അവനൊരു എവിഡൻസ് ഉണ്ടാവണം നിർബന്ധമില്ല. അതിന്റെ കുറവാണ് അവനെന്ത് സെൻട്രേഷനിലേക്ക് നയിക്കുന്നതും അതുപോലെ ഇറവേഴ്സിബിലിറ്റിയൊക്കെ അതിന്റെ കുറവാണ്. ഈ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ അവന് ഇല്ലാത്തതിന്റെ കാരണമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? which is the ability to understand the changing the appearance of an object does not change the nature of the object. അല്ലേ? ഇപ്പൊ എന്താണ്? അപ്പിയറൻസ് മാറി. ഇവിടെ വേറൊരു പാത്രം ഉണ്ട് കേട്ടോ, ഞാൻ ക്രോപ്പ് ചെയ്ത് പോയത്. ഇതുപോലെ പാത്രം ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന വെള്ളത്തിനെ എടുത്ത് ഇതിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്കും അതിന്റെ അപ്പിയറൻസ് മാറി. അപ്പിയറൻസ് മാറിയത് കൊണ്ട് അതിന്റെ നേച്ചർ, അതിന്റെ വെയിറ്റ് പോലുള്ള നേച്ചറുകളൊന്നും അല്ലെങ്കിൽ അതിന്റെ വോളിയം പോലുള്ള നേച്ചറുകളൊന്നും മാറുന്നില്ല എന്നുള്ളതാണ്. ആ തോട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എന്തുണ്ടാവില്ല? ഈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ കുട്ടിക്ക് ഉണ്ടാവില്ല, അല്ലേ? ഇത്രയേ ഉള്ളൂ. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് യൂട്യൂബിലൊക്കെ എപ്പോഴും കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ബോൾ, ഒരു സോഫ്റ്റ് സ്പോഞ്ച് ഉണ്ടാക്കിയ ഒരു ബോൾ ഉണ്ടാവും, ഇവിടെ ഒരു ബോൾ ഉണ്ടാവും. കുട്ടിയുടെ അടുത്ത് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാൾ ഇതിനെ അമർത്തി വയ്ക്കുന്നു. അങ്ങ് ഞെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പതുങ്ങി പോണ ബോളാണ്. ഇങ്ങനെ റൗണ്ടായി വരും, ചപ്പാത്തി ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ പരന്നിരിക്കും. അപ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിക്കും, ഇതിൽ ഏതിലാണ് സാധനം കൂടുതൽ വെയിറ്റ് കൂടുതൽ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും ഈ ബോളിനാണെന്ന് അവൻ പറയും. അതായത് ചപ്പാത്തിയുടെ ബോളും വെച്ചിരിക്കുന്നു, പരത്തിയും വെച്ചിരിക്കുന്നു. അപ്പോൾ അവൻ ആ ബോളിനാണെന്ന് പറയും. ഇതെന്താണ്? അത്രയേ ഉള്ളൂ. സാധനം അവൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മാറ്റി അതിൻ്റെ രൂപമാറ്റം സംഭവിച്ചപ്പോഴത്തേക്കും അവനത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടും തുല്യമാണെന്നുള്ള കാര്യം ഐഡന്റിഫൈ പറ്റുന്നില്ല. അപ്പോൾ സെൻട്രേഷൻ അവിടെ ഇന്റർ കണക്റ്റഡ് ആണ്, ഇറിവേഴ്സിബിലിറ്റി അവിടെ ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലേ? ആ രണ്ട് കാര്യങ്ങളും ഈ ഒരു കൺസർവേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവൻ ഈ കൺസർവേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലേക്ക് അവൻ്റെ മൈൻഡ് സെറ്റ് എത്താത്തത്. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. 2 മുതൽ 7 വയസ്സ് വരെ പിയാഷയുടെ കൺസെപ്റ്റ് പ്രകാരം 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെ എന്തെന്ന് വിളിക്കുന്നു മക്കളെ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നു, അല്ലേ? പ്രീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബിഫോർ ബീയിങ് ലോജിക്കൽ എന്നർത്ഥം. എന്തൊക്കെയാ പഠിച്ചിരിക്കേണ്ടേ? എന്തൊക്കെയാണ്? അറ്റ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ദേ ലേൺ ലാംഗ്വേജ് പഠിക്കുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കും കേട്ടാ. ലാംഗ്വേജ് പഠിക്കുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് പ്രധാനമായിട്ടും ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലേ? അതുപോലെ സിംബോളിക് തോട്ട് പഠിക്കുന്നതും എവിടെയാണ്? ഈ ഒരു സ്റ്റേജിലാണ്. എവിടെ? ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനത്തെ സിംബോളിക് തോട്ട് സ്റ്റാർട്ട് ചെയ്യും, ശരിയാണ്. അതുപോലെ ചിൽഡ്രൻ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ പ്രിറ്റൻഡ് പ്ലേയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കാം. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം. അതുപോലെ ഈഗോ സെൻട്രിസം ഡിസ്പ്ലേ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കാം. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, അല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ ഒരു എക്സാമ്പിൾ എന്നിട്ട് ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാം. സണ്ണും മൂണും നമ്മളെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടുകളെ കാണാനുള്ള കഴിവില്ലായ്മയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഈഗോ സെൻട്രിസം. അങ്ങനെയും വരാൻ ചോദ്യം, അല്ലേ? അതുപോലെ പിന്നെ എന്തൊക്കെയാണ് താഴെ കാണുന്ന കാര്യങ്ങൾ? ഈ ഒരു കാറ്റഗറി വരുന്ന കുട്ടികൾക്ക് വരുന്ന പ്രത്യേകത എന്തൊക്കെയാണ്? സെൻട്രേഷൻ ഉണ്ടാവും, അല്ലെ? സെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടെൻഡൻസി ടു സീ ഓൺലി വൺ ഫീച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ ഒറ്റ ഫീച്ചർ മാത്രം കാണുക, അതാണ് സെൻട്രേഷൻ എന്ന് പറയുന്നത്. പോലെ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ ആ കുട്ടി കഴിയില്ല. ഇറിവേഴ്സിബിലിറ്റി, അനിമിസം നമുക്കറിയാം, ആ കുട്ടികൾ കാണിക്കുന്ന കാര്യമാണ്. ആർട്ടിഫിഷ്യലൈസ് നമ്മൾ തന്നെ പണ്ട് ചിന്തിച്ചിട്ടുണ്ടല്ലേ? ക്ലൗഡ് നോക്കിയിട്ട് ക്ലൗഡ് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചിട്ടുണ്ട്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ അടുത്തെന്താണ്? കൺസർവേഷൻ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷനും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ
പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് ഡസൻറ്റ് ചേഞ്ച് ദ നേച്ചർ ഓഫ് ദി ഒബ്ജെക്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധനത്തിൻ്റെ അപ്പിയറൻസ് മാറ്റിയാൽ അതിൻ്റെ സ്വഭാവം മാറുന്നില്ല. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉരുണ്ടിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ, ഞെക്കി പിടിച്ച് അതിനെ രൂപം മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വോളിയത്തിലോ വെയിറ്റിലോ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. നമുക്കറിയാം, കുട്ടിക്ക് അതറിയാൻ കഴിയില്ല. ഏത് കുട്ടിക്ക്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിക്ക് അതറിയാൻ കഴിയില്ല. അതാണ് ലാക്ക് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ഏജിൽ പ്രകടമാണ്. എന്ത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഈ ഏജിൽ ഉണ്ടെന്നല്ല പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഫെയിലിയർ ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ആണ് ഈ ഏജിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ പറഞ്ഞ മക്കളെ? അപ്പൊ ഇനി നമുക്ക് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞു, അടുത്ത സ്റ്റേജിലേക്ക് പോകട. എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെ? എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്? ആ വാക്കിൽ തന്നെയുണ്ട് ഇവന്റെ ആ ഒരു പ്രവൃത്തി എല്ലാം ഉറച്ച പ്രവൃത്തികളായിരിക്കും. അതായത് ഒരു അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിലേക്ക് ആര് പോകില്ല? ഇവർ പോകില്ല എന്നുള്ളതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻസ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശ്രദ്ധിക്കാം, 7 മുതൽ 12 വയസ്സ് വരെ ഡിഗ്രി പുസ്തകങ്ങളെല്ലാം പറയുന്നു. NCERTയിൽ 7 മുതൽ 11 വയസ്സ് വരെ എന്ന് പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു 11 വയസ്സാണ് എനിക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കോൺക്രീറ്റ് ഓപ്പറേഷൻസ് 12 വയസ്സാകുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ് കേട്ടോ. 12 മുതൽ 15 അല്ലെങ്കിൽ 15 പിന്നെ അഡൽട്ട് ആകുന്നത് വരെ എന്താണ് നമ്മൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ 7 മുതൽ 11 കുറച്ചും കൂടെ എക്സാക്റ്റ് പറയാൻ പറ്റുക. ഇനി 12 വന്നാലും നിങ്ങൾ പേടിക്കേണ്ട, അത് എടുത്ത് എഴുതിക്കോ. എന്തായാലും 7 മുതൽ 12ഉം 7 മുതൽ 11ഉം ഒരുമിച്ച് ഓപ്ഷനിൽ കാണില്ല ഉറപ്പാണ്. കണ്ടാൽ തന്നെയും അതിൽ ഏതെങ്കിലും തന്നു നമ്മൾ മാറ്റി എഴുതി നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. ചിൽഡ്രൻ ബിക്കം കേപ്പബിൾ ഓഫ് കൺസർവേഷൻ തിങ്കിങ്. കൺസർവേഷൻ തിങ്കിങ് ശ്രദ്ധിക്കുക, കൺസർവേഷൻ തിങ്കിങ് ദേ അക്വയർ എബിലിറ്റി ടു സീ അതേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് എൻഗേജ് ഇൻ റിവേഴ്സിബിൾ തിങ്കിങ്. അപ്പോൾ കൺസർവേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, ഒരു ബോളിനെ നമുക്ക് കയ്യിലൊരു ബോളുണ്ട്, എന്താണ് ചപ്പാത്തിയുടെ ഒരു മാവിൻ്റെ ഉണ്ടെന്ന് വെച്ചോ, അത് നമ്മൾ പരത്തി വെച്ച് കഴിഞ്ഞാലും എന്താണ് അതിനകത്തുള്ള സാധനം നഷ്ടപ്പെട്ടിട്ടില്ല, അത് കൺസേർവ് ചെയ്യപ്പെടുന്നു എന്നുള്ള തോട്ടിലേക്ക് എത്താൻ ആർക്ക് പറ്റുന്നുണ്ട്? ഇവന് പറ്റുന്നുണ്ട്. അതായത് അവന് ഈ റിവേഴ്സിബിൾ തിങ്കിങ്, അത് തിരിച്ച് ഉരുട്ടിയെടുത്താൽ എന്ത് മറ്റേ ബോളിൻ്റെ ആ സൈസിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ പഴയ ബോളിൻ്റെ സൈസിൽ വരും എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പരത്തിയ പ്രോസസിനെ റിവേഴ്സ് ചെയ്തെടുക്കാനുള്ള ശേഷി ഇവിടെ വരുന്നു, ഈ ഒരു സ്റ്റേജിൽ വരുന്നുള്ള അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ചിൽഡ്രൻ ബിക്കം കേപ്പബിൾ ഓഫ് കൺസർവേഷൻ തിങ്കിങ് അല്ലേ? കൺസർവേഷൻ തിങ്കിങ്ങിന് കേപ്പബിൾ ആകുന്നു ഈ ഒരു സ്റ്റേജിൽ. എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ. അതുപോലെ ദേ ആർ എബിലിറ്റി ടു അല്ലേ, എന്താണ് മറ്റുള്ളവരുടെ അതേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുന്ന, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ലോകത്തെ കാണാൻ അവന് കഴിയുന്നു. അതായത് സൂര്യനും ചന്ദ്രനും എന്നെ ചുറ്റുകയല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരികയല്ല, അവിടെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിനും കാണുന്ന സൂര്യൻ അവൻ്റെ മുകളിലാണ് കാണുന്നതെന്നൊരു കാഴ്ചപ്പാട് ആർക്ക് വരുന്നു? ഈ കുട്ടിക്ക് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടിക്ക് വരുന്നു അല്ലെ. അതുപോലെ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സിനെ റിവേഴ്സ് ചെയ്ത് ചിന്തിക്കാനുള്ള ശേഷിയും ആർക്ക് വരുന്നു? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് ഉള്ള പ്രധാനപ്പെട്ട എബിലിറ്റീസ്? ഒന്ന് സീരിയേഷൻ. എന്താണ്? ദ എബിലിറ്റി ടു ഓർഡർ ഐറ്റംസ് എലോങ് ക്വാണ്ടിറ്റേറ്റീവ് ഡയമെൻഷൻ സച്ച് ആസ് ലെങ്ത് ഓർ വെയിറ്റ്. നോക്ക് ട്രാൻസിറ്റീവ് ഇന്റർഫറൻസ്. നമുക്ക് ട്രാൻസിറ്റീവ് ഇൻഫറൻസ് പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് സീരിയേഷനും ട്രാൻസിറ്റീവ് ഇൻഫറൻസും തമ്മിൽ ചിലപ്പോൾ തിരിഞ്ഞു പോയേക്കാം. എന്താണ് കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ്, നമുക്കിപ്പോൾ ഒരു 3 പെൻസിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്നു, 3 പെൻസിലിനും വ്യത്യസ്തമായിട്ടുള്ള നീളമുണ്ട്. ഇതിനെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ അടുക്കി വയ്ക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചുമ്മാ കളിക്കേണ്ട കൂട്ടത്തിൽ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ വലുത് ചെറുതല്ലേ, ഏറ്റവും നീളം കൂടിയത് നീളം ചെറുത് എന്നുള്ള രീതിക്ക് അവൻ അടുക്കി വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവന് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റും അല്ലേ. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ, കളേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ഒരു സീരിയേഷൻ, ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ ട്രാൻസിറ്റീവ് ഇൻഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അവൻ്റെ കയ്യിൽ നമ്മളൊരു 5-6 കളിപ്പാട്ടം കൊടുക്കുന്നു, അവൻ അതിനെ ഒന്ന് അടുക്കുന്നു. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡ് വെക്കുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള സാധനവും റൈറ്റ് സൈഡ് നിൽക്കുന്നത് ലെങ്ത് വെച്ചിട്ട് അത്രയും നീളത്തിലുള്ളൊരു സാധനവും ഒരു കളിപ്പാട്ടം നടുക്ക് വെച്ചു. അതേസമയം ഇവിടെ ഒരു ഉരുളമുള്ള ഒരു ബോൾ വെച്ചു, അല്ലെങ്കിൽ ഇവിടെ എന്താണ് വെച്ചിരിക്കുന്നത്, ഒരു തടി കഷ്ണം വെച്ചു, ചെറിയ തടി കഷ്ണം വെച്ചെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. സൈസ്, ഷേപ്പ് ഇതെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് അവൻ്റെതായ രീതിയിൽ, അതായത് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ബന്ധം കണ്ടെത്തിക്കൊണ്ടൊരു ട്രാൻസിറ്റീവ് ഇൻഫറൻസ് അവൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതാണ് മെന്റൽ സീരിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് ഇൻഫറൻസ്? മെന്റൽ സീരിയേഷൻ. ഓക്കെ,
അപ്പോൾ എന്താ ഡിഫറൻസ്? സീരിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവ എന്ത് ചെയ്യുന്നത്, ആ സാധനങ്ങളെ സീരീസ് ആക്കുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവൻ്റെ കയ്യിൽ 3 പെൻസിൽ കൊടുത്തു, അപ്പോൾ അവൻ സീരീസ് ആക്കിയ പേര് ചെറിയ പെൻസിൽ അടുക്കി വെച്ചു, നീളമുള്ള പെൻസിൽ വെച്ചു, മൂന്നാമത്തെ വലിയ പെൻസിൽ വെച്ചു. ഇതെല്ലാം അവൻ അടുക്കിയത് അതിൻ്റെ ലെങ്ത് ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഷേപ്പിൽ വ്യത്യാസമുള്ളത്, ഭാരത്തിൽ വ്യത്യാസമുള്ളതുണ്ട്, അതുപോലെ ഈ ലെങ്ത്തിൽ വ്യത്യാസമുള്ള സാധനങ്ങളുണ്ട്. അതിനെല്ലാം കൂടി അവൻ അവൻ്റേതായിട്ടുള്ള ഒരു മെന്റൽ സീരിയേഷൻ കൊടുത്ത് അടുക്കി വെച്ചു. അതാണ് ട്രാൻസിറ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എബിലിറ്റി ഓഫ് ലോജിക്കൽ തിങ്കിങ് ഗോസ് അപ്പ് ബട്ട് അബ്സ്ട്രാക്ട് തിങ്കിങ് ഈസ് സ്റ്റിൽ ലോ. എന്താണ്, ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, ലോജിക്കൽ തിങ്കിങ്ങിന്റെ എബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ട്, അതേസമയം അറ്റ് ദ സെയിം ടൈം അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലോട്ട് അവൻ വന്നിട്ടില്ല. ലോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അത് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം പറഞ്ഞ് നമ്മളെല്ലാവരും ഒരേ അച്ചിലിട്ട് വാർക്കപ്പെട്ട ആൾക്കാരല്ല, അറിയാലോ. അപ്പോൾ പിയാഷെ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും പിയാഷെ പറയുന്ന ഈ ഏജിൽ നല്ല ഈ കുട്ടിയൊക്കെ ഇതെല്ലാം വരുന്നത് പലപ്പോഴും ഈ 6ാമത്തെ വയസ്സിൽ 5ാമത്തെ വയസ്സുള്ള കൊച്ചുങ്ങൾ കോൺക്രീറ്റ് ഓപ്പറേഷനിലേക്ക് പോകാറുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് തിയറി പഠിക്കുമ്പോൾ പിയാഷെ പറഞ്ഞതുപോലെ പഠിച്ചാലേ പറ്റത്തുള്ളൂ, എന്നാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസിറ്റീവ് ഇൻഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം ചോദ്യാൻസറിന്റെ വേളയിൽ വരുമ്പോഴത്തേക്കും സീരിയേഷനും ട്രാൻസിറ്റീവ് ഇൻഫറൻസും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ എന്താണ്, എബിലിറ്റി ഓഫ് ലോജിക്കൽ തിങ്കിങ് ഗോസ് അപ്പ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഈസ് സ്റ്റിൽ വെരി ലോ. അതുപോലെ കോഗ്നിറ്റീവ് മാപ്സ് ക്രിയേറ്റ് ചെയ്യുക. എന്താ കോഗ്നിറ്റീവ് മാപ്പ് എന്ന് പറഞ്ഞാൽ? ബൗദ്ധികമായിട്ടുള്ള ഒരു മാപ്പ്. ഉദാഹരണത്തിന് പിടക്കോഴി കൂവും നൂറ്റാണ്ട് എന്നുള്ള സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നത്. പക്ഷേ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ എന്താണ് ഒരു കുഞ്ഞിൻ്റെ ഇതായിട്ട് അഭിനയിക്കുന്ന അല്ലേ, അതിനകത്ത് അഭിനയിക്കുന്നതാണ്, പക്ഷേ ശരിക്കും ഒരു മനോരോഗിയെ പോലെ അഭിനയിക്കുന്ന ഒരു ഇതാണ്. അതായത് ഇക്രുവിൻ്റെ വീട് എവിടെയും ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇക്രുവിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും നീതുവിൻ്റെ വീട്ടിൻ്റെ അപ്പറെ എന്ന് പറയും. അപ്പോൾ നീതുവിൻ്റെ വീട് എവിടെയാ? സഞ്ജീവിൻ്റെ വീട്ടിൻ്റെ ഇപ്പറെ. മനസ്സിലായില്ലേ? ഇപ്പം ഇതൊരു കോഗ്നിറ്റീവ് മാപ്പാണ് ആ കുട്ടിയുടെ തലയിലുള്ള. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സ്കൂൾ എവിടെയാണ്, നമ്മുടെ വീട് എവിടെയാണ്, അതുപോലെ നമ്മുടെ കുടുംബം, നമ്മൾ ആഴ്ച ഒരിക്കൽ മാത്രം പോകുന്ന എൻ്റെ പരപ്പിലത്തെ വീട് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ശരിക്കും ഈ പറഞ്ഞൊരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ മാത്രമേ അവന് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകത്തുള്ളൂ. അതായത് ഈ പറഞ്ഞ 7 വയസ്സിൽ താഴെയുള്ള 4 വയസ്സുള്ള എൻ്റെ ഇളയ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൈൻഡിൽ എന്താവണമെന്നില്ല, ഈ കോഗ്നിറ്റീവ് മാപ്പ് ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ ബസ്സിൽ കയറി അല്ലെങ്കിൽ കാറിൽ കയറിയിട്ട് നമ്മൾ ഇത്രയും ദൂരം എത്തുമ്പോഴത്തേക്കും പരപ്പിലെത്താറായോ അച്ഛ എന്ന് ആര് ചോദിക്കും? മൂത്തവൻ ചോദിക്കും. കാര്യം എന്താ, അവൻ്റെ മൈൻഡ് സെറ്റിലുള്ള ആ കോഗ്നിറ്റീവ് മാപ്പിൽ അവൻ്റെ വീട് എത്താറായി കാണണം. കാരണം കുറേ കാലം യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും സമയമായി എത്തണം, പിന്നെ കുറേ സ്ഥലങ്ങളെ കാണുമ്പോഴത്തേക്ക് അവന് പരിചയം വരും അല്ലേ. അങ്ങനെ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് മാപ്പ് എന്തിൻ്റെ പ്രത്യേകതയാണ്? ഈ പറഞ്ഞ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് മക്കളെ കോഗ്നിറ്റീവ് മാപ്സ് എന്ന് പറയുന്നത്. എന്താണ്? ദ മെന്റൽ റെപ്രസെന്റേഷൻസ് ഓഫ് ഫെമിലിയർ ലാർജ് സ്കെയിൽ സ്പേസസ് സച്ച് ആസ് ദെയർ നെയ്ബർഹുഡ്, സ്കൂള്, ഇതെല്ലാം അല്ലേ. ഇതാണ് മെന്റൽ കോഗ്നിറ്റീവ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഡീസെൻട്രേഷൻ. നേരത്തെ നമ്മൾ സെൻട്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരൊറ്റ ആസ്പെക്ട് മാത്രം കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സെൻട്രേഷൻ എന്ന് പറയാ. ഡീസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ചൈൽഡ് കൺസിഡേഴ്സ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന്റെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് മനസ്സിലാക്കുകയും അതിലൂടെ ഒരു ഉത്തരത്തിലേക്ക് എത്താനും ആർക്ക് പറ്റും? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള ആൾക്കാർ പറ്റും. അതുകൊണ്ട് തന്നെ സെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് സ്റ്റേജിലാണ് സെൻട്രേഷൻ കാണുന്നത്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് വരുമ്പോഴത്തേക്കും എന്താണ്? സെൻട്രേഷൻ ഡീസെൻട്രേഷൻ ആയിട്ട് മാറും. അതായത് കുട്ടിക്ക് ഒരു പ്രോബ്ലത്തിന്റെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് വെച്ചിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞാൽ, അതായത് ഈ ഒരു ഏജിലെത്തിയ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ മറ്റേ വെള്ളം മാറ്റി ഒഴിക്കുന്ന പരീക്ഷണമല്ലേ, വെള്ളം മാറ്റി ഒഴിച്ചിട്ട് നമ്മൾ ഇത് കൂടുതലാണത് കുഞ്ഞുവാവേ എന്ന് പറഞ്ഞാൽ പറയും പൊന്നു മാമ അല്ല, ഇതിന് വിസ്താരം കൂടുതലാണ്, ഇതിന് വിസ്താരം ഇല്ലാത്തതുകൊണ്ട് പൊക്കം മാത്രമേ ഉള്ളൂ, എന്തായാലും ഇതിൽ നല്ലേ മാമ അതിലോട്ട് ഒഴിച്ചത്, രണ്ടിലും ഒരേ വെള്ളമാണ് ഉള്ളത് മാമ എന്ന് ഈ കുട്ടി നമ്മളെടുത്ത് പറയും. അതാണ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. മറ്റടുത്താണെങ്കിൽ കുഞ്ഞുവാവ ഇങ്ങനെ നോക്കും, അയ്യോ മാമ ഇതിലാണല്ലോ കൂടുതൽ വെള്ളം, എന്താ കുഞ്ഞുവാവ എന്താ നോക്കുന്നത്? കുഞ്ഞുവാവ അതിന്റെ പൊക്കം മാത്രമേ നോക്കിയുള്ളൂ അല്ലേ. സെൻട്രേഷൻ ഒരു കാര്യത്തിൽ മാത്രം നോക്കി. ഡീസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുവാവ എല്ലാ കാര്യത്തിലും നോക്കി, അവിടെ നോക്കി ഇവിടെ നോക്കി, ഇതിൽ നിന്നല്ലേ മാമ ഒഴിച്ചത്, അതെന്താണ് ഇറിവേഴ്സിബിലിറ്റി അല്ലെ, റിവേഴ്സിബിൾ തിങ്കിങ്. ഇതിൽ നിന്നല്ലേ മാമ അതിനകത്ത് ഒഴിച്ചത്. കുട്ടി പറയാണ് ഈ പാത്രം നല്ല ഒഴിച്ചത്, ഇതേ സെയിം സൈസ് അല്ലേ, പാത്രം മാറിപ്പോയ. വേണമെങ്കിൽ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം, മറന്നു നോക്കി. ഒരു ബീക്കർ, ഇവിടെ വേറൊരു ബീക്കർ, ഇവിടെ വലിയൊരു സിലിണ്ടർ, 2 ബീക്കറിലും തുല്യമായിട്ടുള്ള നീല കളർ വെള്ളം, ഇതിൽ നിന്നെടുത്ത് ഇതിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് ഇത്രയും പൊക്കത്തിൽ വെള്ളം. കുട്ടിയാണ്
ഏത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് സെൻട്രേഷൻ ഉണ്ടായിരിക്കും, അവൻ ഇതിന്റെ പൊക്കം മാത്രം നോക്കിയിട്ട് കുഞ്ഞാവ് പറയും അയ്യോ മാമ ഇതിലാണ് വെള്ളം കൂടുതൽ എന്ന് പറയും. അതേസമയം അവൻ എന്തിൽ വന്നു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വന്നാൽ പറയും മാമ പറ്റിക്കാൻ നോക്കണ്ട, ഇതിൽ നിന്നല്ലേ മാമ ഒഴിച്ചത്, അതുകൊണ്ട് ഇതിൽ തന്നെ തുണ്ട് തുല്യമല്ലേ, അപ്പൊ ഇത്ര വെള്ളമേ ഉള്ളൂ ഇത്രയെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ പറയും കേട്ടോ. അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ ബാക്കി ഏത് ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാലും ഏതാണ് റിവേഴ്സിബിലിറ്റി നമ്മളോട് ആപ്ലിക്കബിൾ ആക്കി, അതുപോലെ സെൻട്രേഷൻ ആൻഡ് ഡീസെൻട്രേഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആക്കി. നേരത്തെ കുട്ടി എന്ത് മാത്രമേ ചെയ്തോളൂ, ഇതിന്റെ പൊക്കം മാത്രം നോക്കിയിട്ടാണ് അയ്യോ മാമ ഇതിൽ വെള്ളം കൂടുതൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ റിവേഴ്സിബിലിറ്റി മാത്രമല്ല, കുട്ടിക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം, ഇവിടെ എന്താണ് ഇതിന്റെ വീതി വിസ്താരം കൂടുതലാണ്. ആ രണ്ട് ആസ്പെക്ട് ഇവിടെ നോക്കിയിട്ട് കുട്ടി പറയും രണ്ടിലും വെള്ളം ഒന്നാണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് ഒന്നാണെന്ന് പറയും അല്ലെ. അപ്പൊ ഡീസെൻട്രേഷൻ ആരുടെ ഏത് സ്റ്റേജിന്റെ ഡീസെൻട്രേഷൻ? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണല്ലേ. എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് എന്ത് മക്കളെ? ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ, അല്ലേടാ? ആണ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഇനി അടുത്ത് എന്താണ്? ലിമിറ്റേഷൻ അറ്റ് ദി സ്റ്റേജ്. ഈ സ്റ്റേജിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കോൺക്രീറ്റ് തിങ്കിങ് ആണ്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ പറയുന്നു കുട്ടിയുടെ അടുത്ത്, അതായത് കീപ്പ് ആൻ ഐ ഓൺ ദ ബോൾ, അതായത് പന്തൊന്ന് നോക്കിക്കോടാ എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ വിചാരിക്കും, ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റൈലിൽ കുട്ടി വിചാരിക്കും പന്തിനെ ഇങ്ങനെ നോക്കണമെന്നല്ല, കീപ്പ് ആൻ ഐ എന്ന് പറഞ്ഞാൽ പന്ത് കണ്ണിലെടുത്ത് പന്ത് വയ്ക്കണം എന്ന് അവൻ ചിന്തിച്ച് കൂടായികയില്ല, ചിന്തിക്കാം കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. ലിമിറ്റേഷൻ അറ്റ് ദി സ്റ്റേജ് ഈസ് ദ കോൺക്രീറ്റ് തിങ്കിങ് വെയർ ചിൽഡ്രൻ ഗെറ്റ് സോ കൺസ്യൂംഡ് വിത്ത് റൂൾസ് ദാറ്റ് ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദം ഓർ മേക്ക് ആൻ എക്സെപ്ഷൻ. അവനൊരു എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റുകയില്ല ആ റൂളിനകത്ത്. അത്രയേ ഉള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഒരു ഏജിൽ ഒരു 6 വയസ്സിന് താഴെയാണ് ആക്ച്വലി സംഭവിച്ചത്. എൻ്റെ ചേച്ചിയുടെ മോള്. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചു, നീ വലുതാകുമ്പോൾ അച്ചാച്ചനമ്മ നോക്കോടി എന്ന് വെച്ചു. ഓ ഞാൻ നോക്കും എന്ന് പറഞ്ഞു. എങ്ങനെ നോക്കും? അവളെ ഞാൻ ഇങ്ങനെ നോക്കും. നോക്കലെന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ച് ഈ കണ്ണുകൊണ്ടുള്ള നോക്ക് മാത്രമാണ്. അതായത് അവരെന്താണ് അവർ കോൺക്രീറ്റ് തിങ്കിങ് ആണ്. നോക്കലെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു മാറ്റമില്ല. ഇതാണ് അവരുടെ നോട്ടം. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ കൊടുക്കാൻ അവർക്ക് പറ്റിയല്ല. അതുപോലെ നമ്മൾ കുട്ടിയോട് പറയണം, എടാ എനിക്കൊരു കൈ നിന്ന് സഹായിക്കാമോ, അല്ല ഇത് കാര്യത്തിൽ എന്നെ ഒരു കൈ നിന്ന് സഹായിക്കുമോ? അപ്പോൾ കുട്ടി പറയും എന്താണ്, എനിക്ക് എൻ്റെ കൈ എങ്ങനെ തരും, എൻ്റെ കൈ എൻ്റെ കൈയല്ല, ഞാൻ എങ്ങനെ തരും എന്ന് കുട്ടി ചിലപ്പോൾ ചോദിക്കും. അതായത് നമ്മൾ അബ്സ്ട്രാക്ട്ലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അബ്സ്ട്രാക്ട്ലി മനസ്സിലാക്കാൻ ഈ കുട്ടിക്ക് പറ്റണമെന്നില്ല. അവനെ സംബന്ധിച്ച് കൈ കൊടുക്കാൻ പറ്റില്ല അല്ലേ. അതാണ് ആ ലിമിറ്റേഷനാണ് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത. അപ്പോൾ 7 to 11 വയസ്സ് വരെ കൊച്ചുങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ജീൻ പിയാഷെക്കെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തിയറി ഈ ഒരു ഏജിൻ്റെ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലാണ് എപ്പോഴും ഈ പ്രശ്നം ആൾക്കാർ പറയുന്നത്. ഓക്കെ അല്ലേടാ? അപ്പോൾ എന്താണ് ലിമിറ്റേഷൻ എന്താണെന്ന് മനസ്സിലായി. കോൺക്രീറ്റ് തിങ്കിങ് ആണ്. അതായത് അവർക്കൊരു എക്സെപ്ഷൻ ആ ഒരു കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫോർമൽ ഓപ്പറേഷൻസ് അല്ലെ 12 വയസ്സ് മുതൽ അഡൾട്ട്ഹുഡ് വരെയാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ഇതിലേക്ക് എല്ലാവരും എത്തണമെന്ന് നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ ഫോർമൽ ഓപ്പറേഷൻസിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻസിൽ എത്തിയാൽ മാത്രമേ ലോജിക്കലി ചിന്തിച്ച് നമുക്ക് ഈ പരീക്ഷയുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടായില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടാവണം കേട്ടോ. നോക്കാം. നോട്ട് ഓൾ ഇൻഡിവിജ്വൽസ് റീച്ച് ടിൽ ദിസ് സ്റ്റേജ്. മറ്റൊരു പ്രത്യേകത, പ്രോപ്പർ എഡ്യൂക്കേഷൻ കൂടെ അല്ലെങ്കിൽ പ്രാക്ടീസ് കൂടെ വളരെ അത്യാവശ്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഫോർമൽ ഓപ്പറേഷൻ സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏജിൽ വരുന്ന ആ ഒരു സ്കില്ലിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു പെൻഡുലത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചോളൂ. അപ്പോൾ ഇവൻ എത്തുന്ന അസംഷൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല. അതായത് ഇവിടെ ഒരു കമ്പിയുണ്ട്. ആ കമ്പിയിൽ ഒരു പെൻഡുലം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. അതേ വെയിറ്റുള്ള ഒരു പെൻഡുലം ഇത്രയും നീളത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. അതേ വെയിറ്റുള്ള മറ്റൊരു പെൻഡുലം ഇത്രയും നീളത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതേ ലെങ്തിൽ കുറച്ചുകൂടെ വെയിറ്റ് കൂടിയ പെൻഡുലം കെട്ടിയിട്ടിരിക്കുന്നു. അതേ നീളത്തിൽ ആ സെയിം വെയിറ്റുള്ള പെൻഡുലം കെട്ടിയിട്ടിരിക്കുന്നു. ഈ മൂന്നാമത്തെ ലെങ്തിലും സെയിം വെയിറ്റുള്ള ഒരു പെൻഡുലം 3 കെട്ടിയിട്ടിരിക്കുന്നു. ഈ 3 പെൻഡുലം സ്വിങ് ചെയ്യുമ്പോഴത്തേക്കും അത് ആടുന്ന വേഗത മൂന്നും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇത് 3 വ്യത്യസ്തമായിരിക്കും, ഇത് 3 വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ആ വ്യത്യാസം വന്നു എന്ന് നമുക്ക് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ചിന്തിക്കുന്ന കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ആസ്പെക്റ്റ് കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്? ഒന്ന്, ഇതിൻ്റെ വെയിറ്റ് അല്ലേ, വെയിറ്റ് കൂടുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്നവൻ നോക്കും അല്ലേ. അതുപോലെ എന്താണ് ഇതിൻ്റെ ലെങ്ത്, പെൻഡുലത്തിൻ്റെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കൂടുന്നതിന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോബ്ലത്തിൻ്റെ വ്യത്യസ്തമായ ആസ്പെക്റ്റുകളെ തലയ്ക്കകത്തിട്ട് ചിന്തിച്ച് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ, അങ്ങനെ ഒരു ഫൈനലായിട്ടുള്ള അസംഷനിലേക്ക് ഒരു തിയറിയിലേക്ക് എത്താൻ ഈ കുട്ടിയെ അത് ശരിയോ തെറ്റെന്നുള്ളതല്ല പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള തിങ്കിങ് ആണ് ഈ പറഞ്ഞ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റൈലിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവരി കിഡ് ഈസ് എ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞതും ആരാ പറഞ്ഞത്? നമ്മുടെ
പിയാഷെയാണ് പറഞ്ഞത് അല്ലേ, പിയാഷെ. അപ്പോൾ പിയാഷെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകണമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. പക്ഷേ അങ്ങനെ അല്ല, അത്രയ്ക്കൊന്നും വരികയല്ല. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് ആണ് ഈ ഒരു സ്റ്റേജിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ അതേ കാര്യം. എന്താണ് ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്? എബിലിറ്റി ടു ഇവാലുവേറ്റ് പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിൾ ഔട്ട്കംസ് അല്ലേ. നമുക്കിപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ് ഈ ലോകം ഇത്ര കണ്ട് മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെ, ഈ മനുഷ്യൻ ഈ ലോകത്തെ ഇത്രയും മനോഹരമാക്കിയെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അവലോകനം നടത്താൻ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തില് ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്ങിലൂടെ ചിന്തിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പറയും തമ്പിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ തിരിച്ചാണെങ്കിൽ ചോദ്യം വെച്ചോ, ചോദ്യം ഇതാണ്, തമ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു കോൺക്രീറ്റ് ഓപ്പറേറ്റ് സ്റ്റേജിലുള്ള കുട്ടിക്ക് പറയും തമ്പാണെന്നുണ്ടെങ്കിൽ തമ്പ് വളരെ നല്ല നമ്മുടെ കയ്യിലൊരു വിരളാണെന്നായിരിക്കും അവൻ പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത് അവൻ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നും പറയാം. ഇതായിരിക്കും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടി പറയുന്നത്. അതേസമയം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലെത്തിയ ഒരു അഡോളസന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട്? തമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പിൻസർ ഗ്രാസ്പ് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഒരു സാധനത്തിനെ മൊട്ടുസൂചിയെ വരെ നമ്മളെ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രാപ്തമാക്കുന്ന ആ ഒരു മഹത്തായ അവയവമാണ് തമ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൊട്ടുസൂചിയെ നമുക്ക് എടുക്കാനും അത്രയും സൂക്ഷ്മമായിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ലോകത്തിൽ ഇത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും തമ്പില്ലാത്ത ഒരു ജീവി ആയിരുന്നു മനുഷ്യൻ എന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന് കാണുന്ന തരത്തിലുള്ള അഡ്വാൻസ്മെന്റിൽ പലതും ഉണ്ടാകില്ല എന്നും ആ ഒരു കുട്ടി വാദിച്ചു വെച്ചേക്കാം. അത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകത. അപ്പൊ ശ്രദ്ധിക്കും മക്കളെ, പ്രധാനമായിട്ടും എന്ത് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ പ്രത്യേകതയാണതല്ലേ. എന്താണ് ദേ ആർ കേപ്പബിൾ ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അബ്സ്ട്രാക്ട് ഐഡിയാസിനെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാനും അതിനെക്കുറിച്ച് എന്താണ് കൺക്ലൂഷൻസിൽ എത്താനും അവന് പറ്റും. അതിനാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുക. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഞാൻ പറഞ്ഞ അതേ കാര്യം, ഹൈപ്പോതെറ്റിക്കലായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഡിഡക്റ്റീവ് റീസണിങ് അതിനെ ഒഴിവാക്കി. ഇപ്പൊ തന്നെ ഇവിടെ എത്ര സാധ്യതകൾ പരിശോധിച്ചു, അവർ വെയിറ്റ് പരിശോധിച്ചു, അതുപോലെ ഗ്രാവിറ്റിയുടെ വ്യത്യാസം ഒരു പക്ഷേ ഉണ്ടോ എന്ന് പരിശോധിക്കാം, അതുപോലെ എന്താണ് ഇതിന്റെ ലെങ്ത്, എന്താ നമ്മുടെ പെൻഡുലത്തിന്റെ ലെങ്ത് പരിശോധിക്കാം അല്ലേ, അതുപോലെ നമ്മൾ ആദ്യം ഇട്ട ഇനേഷ്യ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട വേഗത, ആ വേഗത എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ രണ്ട് സാധനത്തിൻ്റെ വേഗതകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിനകത്ത് സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ എന്ത് ചെയ്യും, ആലോചിച്ച് കൂട്ടിയിട്ട് ഓരോ സാധനത്തിനും ഡെഡ്യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് അവൻ എന്താണ് ഒരു ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്ങിലൂടെ അവനൊരു ഹൈപ്പോതെസിസിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, സ്കൂളിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ഇൻഡിവിജ്വൽസ് ടു റീച്ച് ഫോർമൽ ഓപ്പറേഷൻസ്. ഇത്തരത്തിലുള്ള ഫോർമൽ ഓപ്പറേഷൻസ് എത്തണമെന്നുണ്ടെങ്കിൽ സ്കൂളിംഗ് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം. അതായത് ചില സ്ഥലങ്ങളിൽ സ്കൂളിങ്ങേ ഇല്ല എന്ന് വെച്ചോളൂ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെ, ഉഗാണ്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, അതുപോലെ ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പോൾ സ്കൂളിംഗ് വളരെയധികം അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? പ്രപ്പോസിഷണൽ തിങ്കിങ്. അപ്പോൾ പ്രപ്പോസിഷണൽ തിങ്കിങ് എന്താണ്? അഡോളസൻ ക്യാൻ റീസൺ ഔട്ട് വെർബൽ പ്രപ്പോസിഷൻസ് അല്ലേ, നമ്മൾ വാക്കാൽ കൊടുക്കുന്ന. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഡോൾസ് ഉണ്ട്, ആ 3 ഡോൾസിനെ ഒന്ന് നമുക്കൊന്ന് വലുതായിരുന്നു എടുത്തു തരാൻ പറഞ്ഞാൽ അവന് കണ്ടാലേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാക്കാൽ കൊടുക്കുന്ന നിർദ്ദേശം കൊണ്ട് തന്നെ ആ കാര്യം അവന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ സിസ്റ്റമാറ്റിക് തിങ്കിങ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കൊരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഉദാഹരണം പറയുന്നു, AKEFH ഇങ്ങനെ പോട്ടെ, ഞാൻ ഇത് നേരത്തെ എഴുതി വെച്ചാലോട്ടോ, EFH ചുമ്മാ പറഞ്ഞാണേ, ഇത് വെച്ച് വാക്കുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത്രയും ലെറ്റേഴ്സ് വെച്ചിട്ട് മാക്സിമം വാക്കുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവൻ ആദ്യം AKEFH ഒരു വാക്ക് എഴുതും, അതുപോലെ AEKFH എഴുതും, അങ്ങനെ ഒരു 5 വാക്കം എഴുതും. പക്ഷേ ആ സിസ്റ്റമാറ്റിക് തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എയും കെയും വെച്ചിട്ട് നമ്മളൊരു വേർഡ് ഡെവലപ്പ് ചെയ്യാം അല്ലേ, സപ്പോസ്. അതുപോലെ അത് കഴിഞ്ഞ് എയും ഇയും വെച്ചിട്ട്, ഇതാണ് സിസ്റ്റമാറ്റിക് തിങ്കിങ്ങിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എയും എഫും വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് വെച്ചിട്ട് മാക്സിമം ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അവർക്ക് ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് സിസ്റ്റമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 2 എണ്ണം വെച്ചു, പിന്നെ എന്താണ് AKF 3 എണ്ണം വെച്ചിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി. അപ്പോൾ സിസ്റ്റമാറ്റിക് തിങ്കിങ്ങിന്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. സിസ്റ്റമാറ്റിക് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് വരുന്നത് സിസ്റ്റമാറ്റിക് തിങ്കിങ് അല്ലേ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ ആണ്.
ഇനി നമുക്ക് അടുത്ത പ്രത്യേകം എന്താ, റീസണിങ് ഔട്ട് ഇമാജിനറി സിറ്റുവേഷൻസ് അല്ലേ. അതായത് ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് റീസൺ ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം, ബേർഡ്സ് ഹാവ് വിങ്സ്. അതായത് നമുക്ക് തോന്നുന്നു, കൊച്ചുകുട്ടിക്കാണെങ്കിൽ തോന്നും കിളികൾക്ക് ചിറകുണ്ട്, നമുക്ക് ചിറകുണ്ടാക്കി പറന്നുകൂടായിരുന്നു എന്ന് കൊച്ചുകുട്ടിക്ക് തോന്നും. പക്ഷേ ഇവൻ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവനറിയാം നമുക്കും ഒരു പക്ഷേ ചിറകുണ്ടായിരുന്നെങ്കിലും പറക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്തും. കാരണം നമുക്ക് ഇത്രയും വെയിറ്റ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനു മാത്രം വലിയ ചിറകും അല്ലേ, അതിനു മാത്രം ചെറിയ ശരീരവും നമുക്ക് വേണം. ഇങ്ങനെ റീസണിങ് ഉണ്ടാക്കാൻ പറ്റില്ല. റീസണിങ് ഔട്ട് ഇമാജിനറി സിറ്റുവേഷനെ റീസൺ ഔട്ട് ചെയ്യാൻ അവന് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് എന്തിൻ്റെ പ്രത്യേകത, ഫോർമൽ ഓപ്പറേഷൻ അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് അല്ലേ. ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. ഡിസ്പ്ലേ ഓഫ് ഈഗോ സെൻട്രിസം അല്ലേ. ഈഗോ സെൻട്രിസം അഡോളസെൻസിന്റെ ഒരു പ്രത്യേകതയാണ്. ഈഗോ സെൻട്രിസം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ ഫേബിൾ അല്ലേ. എന്താ പേഴ്സണൽ ഫേബിൾ? ബിലീഫ്, ഒരു വിശ്വാസം. നമ്മുടെ എന്തിനാണ് അഡോളസെൻസിലെല്ലാം കണ്ടുവരുന്ന ഒരു വിശ്വാസമാണ്. അതായത് റിസ്ക് ടേക്കിങ്ങിന് അവനെ പ്രാപ്തനാക്കുന്ന വിശ്വാസം. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന് നമ്മളെ പലപ്പോഴും ശീലിപ്പിക്കുന്നത് ഈ കുട്ടികളുടെ ഈ പ്രായത്തിലെ ഒരു ബിഹേവിയറാണ്. അതായത് നമ്മൾ അത്രയും നാൾ വഴക്ക് പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കുന്നവൻ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുമല്ലേ, അവൻ എന്താ അവൻ ഒരു ഫീലിംഗ് ഓഫ് എന്താണ്, ഒരു ബിലീഫ് ഓഫ് എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ. അതായത് ഹി വിൽ ഫീൽ യുണീക്ക് അല്ലേ, അവൻ യുണീക്ക്, ഞാനൊരു എന്തോ ആണ് എന്നവന് തോന്നും അല്ലേ. ആ ഒരു തോന്നൽ വരുന്ന സമയമാണ് പേഴ്സണൽ ഫേബിൾ. ബിലീഫ് എമംഗ് ദ അഡോളസെന്റ് ദാറ്റ് ദേ ആർ യുണീക്ക് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ഹാം. അത് തന്നെയാണ് അവരെ ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ എന്താണ് പിയർ പ്രഷർ മൂലമാണ്, പല കാരണങ്ങൾ മൂലവും മദ്യമോ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി കുട്ടികളെ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉള്ള ഒരു ടൈമാണ് ഈ പറഞ്ഞ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ജസ്റ്റിഫൈസ് ദ ഹൈ ടെൻഡൻസി ഓഫ് റിസ്ക് ടേക്കിംഗ് അല്ലെ. റിസ്ക് ടേക്കിങ്ങിന് അല്ലെങ്കിൽ ഇത് റിസ്ക് ആണല്ലോ എന്ന് കൊച്ചിനറിയാം. പണ്ട് അവന് പേടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ ചെയ്യാൻ വേണ്ടി മുതിരും അല്ലേ. അതാണ്. ഇനി എന്താണ് ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ബിലീഫ് എമംഗ് ദ അഡോളസെന്റ്സ് ദാറ്റ് ദേ ആർ മച്ച് ദ സെന്റർ ഇൻ ദ അതേഴ്സ് ലൈഫ്. മറ്റുള്ളവരെ നമ്മൾ നടന്നു പണ്ട് നമുക്ക് തോന്നിയിട്ടില്ല, നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ നോക്കിയായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതുവരെ ഇല്ലായിരുന്ന പോലെ മുഖമൊക്കെ വൃത്തിയാക്കും. മുഖക്കുരു വരുമ്പോൾ ആകെ ടെൻഷനായി, എൻ്റെ മുഖത്ത് ഇത് കണ്ട എന്ത് വിചാരിക്കുള്ളൂ. അതുപോലെ മുടിയൊക്കെ നല്ലോണം ചെയ്യുകയൊക്കെ വെച്ച്, അല്ലെങ്കിൽ മുടിയൊക്കെ നല്ലോണം സ്റ്റൈലൊക്കെ ചെയ്ത് നടക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഇമാജിനറി ഓഡിയൻസിനെ അവൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദേ വിൽ ബിലീവ് ദാറ്റ് ദേ ആർ ദ സെന്റർ അല്ലേ, സെന്റർ ഓഫ് അട്രാക്ഷൻ അവരാണെന്ന് അവർക്കൊരു തോന്നൽ അവർക്കുണ്ടാകും. ഇതാണ് ഇമാജിനറി ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. എ ബിലീഫ് എമംഗ് ദ അഡോളസെന്റ്സ് ദാറ്റ് ദേ ആർ ദ മച്ച് ദ സെന്റർ ഇൻ അതേഴ്സ് ലൈഫ്. മറ്റുള്ളവരുടെ ലൈഫിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കും. ആസ് ദേ ആർ ഇൻ ദെയർ ഓൺ അല്ലേ. ദിസ് ഗീവ്സ് റൈസ് ടു എക്സ്ട്രീം സെൽഫ് കോൺഷ്യസ്നസ്. ഇത് അതായത് ഈ പറഞ്ഞ ഒരു എന്താണ്, ഈ ഒരു ഇമാജിനറി ഓഡിയൻസ് എന്തിനു വേണ്ടിയിട്ട് ഒരു എക്സ്ട്രീം സെൽഫ് കോൺഷ്യസിലേക്ക് അവർ പോകും. അത്രയും സെൽഫ് കോൺഷ്യസ് ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ നടപ്പ്, നമ്മുടെ ശബ്ദം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അപ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുമല്ലേ. അവർ ഡിപ്രഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ മുഖക്കുരു കാരണം ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അല്ലേ. അതുപോലെ അനോറക്സിയ നെർവോസ, ഇതെല്ലാം ഈ പ്രായത്തിൽ വരുന്ന കുട്ടികൾ കാണിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഓവറായിട്ട് തടി വെച്ച് പോയാൽ ആൾക്കാർ എന്ത് വിചാരിച്ചുകൊണ്ട് അവർ ആഹാരം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇമാജിനറി ഓഡിയൻസ് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളുടെ ചോദ്യങ്ങളും കൂടെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ചോദ്യങ്ങൾ ഒഴിവാക്കരുത്, ചോദ്യങ്ങളെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ചോദ്യം നിങ്ങളടുത്ത് ഞാൻ ചോദിക്കാൻ പോവാണ്, ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് എത്തിയ ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ ക്ലീനായിട്ട് ഫ്രീ ആയിട്ട് ഇതിനെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ മാത്രം മതി. ഇതിനകത്ത് ചോദിക്കുന്ന 1 അല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് ഇനി ആൻസർ പറയാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ടോ. അതാണ് ഇവിടെ എനിക്ക് വേണ്ടത്. എന്നാലേ മാത്രമേ നമുക്ക് അതിനകത്ത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, അതുപോലെ ഓരോ സ്റ്റേജ് എങ്ങനെയായിരിക്കും, ഇഷ്ടമായൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം. അക്കോർഡിംഗ് ടു പിയാഷെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ് ഓഫ് എ ചൈൽഡ്? പിയാഷയുടെ അഭിപ്രായ പ്രകാരം കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അണേബിൾ ടു കോൺക്രീറ്റ് തിങ്കിങ് പറ്റും അവനല്ലേ, അത് ഉറപ്പായ കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. കോൺക്രീറ്റ് തിങ്കിങ് ആണ് അവിടെ നടക്കുന്നത്, നമുക്കറിയാം. അതുപോലെ അണേബിൾ ടു ചേഞ്ച് തിങ്കിങ് ഇൻ എ റിവേഴ്സ് വേ അല്ലേ. എന്താണ് റിവേഴ്സ് വേയിൽ അവന് ചിന്തിക്കാൻ കഴിയും, അത് അവൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ ഇത് അണേബിൾ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അല്ലാതായി മാറി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാർട്ട്സ് നോ അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. അതായത് നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സാധനം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു നോളജ്, അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള പരിപാടി ഇവിടെ അല്ല വരുന്നത്. അത് ശരിക്കും നമ്മുടെ
സെൻസറി മോട്ടോർ സ്റ്റേറ്റിന്റെ എൻഡിലാണല്ലേ, കൊച്ചിനെ പറ്റിക്കാൻ പറ്റാതെ പറഞ്ഞില്ലേ. ഓക്കെ, സ്റ്റാർട്ട്സ് ഫോളോയിങ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത് അത് കറക്റ്റാണ്. കാര്യം കോൺക്രീറ്റ് ഓപ്പറേറ്റ് സ്റ്റേജിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. 6 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വിദ്യാഭ്യാസം അല്ലേ അതുവേണ്ടി നടപ്പിലാക്കാം. സ്റ്റാർട്ട്സ് ഫോളോയിങ്, ഒരു കാര്യം പറഞ്ഞു മോനെ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുന്നത് അതെന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ഓക്കെ അല്ലേ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഡിഡക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തണം കേട്ടോ. നോക്കാം. ദ എബിലിറ്റി ഓഫ് സീരിയേഷൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് കോഗ്നിറ്റീവ് സ്റ്റേജ്. എബിലിറ്റി ഓഫ് സീരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു 5 പെൻസിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സാധനം കൊടുത്താൽ അത് കൃത്യമായിട്ട് സീരീസ് ആയിട്ട് അടുക്കാൻ പറ്റുന്ന ഒരു കഴിവെന്ന് പറയുമ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിൽ അവനത് കഴിയില്ല. കാരണം ഇത് നമ്മൾ എഴഞ്ഞ് ക്രോൾ ചെയ്ത് നടക്കുന്ന ഏജാണ്. അതുപോലെ പ്രീ ഓപ്പറേഷനിലും സീരിയേഷൻ നടക്കുകയല്ല അല്ലേ, സീരിയേഷൻ നടക്കുകയില്ല. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. കോൺക്രീറ്റ് ഓപ്പറേഷനാണ് മെന്റൽ സീരിയേഷനും ഒക്കെ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചിൽഡ്രൻ തിങ്ക് ദാറ്റ് ദ സ്റ്റാർസ് ട്വിങ്കിൾ ഇൻ ദ സ്കൈ ബിക്കോസ് ദേ ആർ ഹാപ്പി. ദിസ് കൺസെപ്റ്റ് ഈസ് കാൾഡ്. എന്താണത്? വളരെ സിമ്പിളാണ്. ജീവനില്ലാത്ത ഇനാനിമേറ്റ് ഒബ്ജക്റ്റിനും ജീവനും ലൈഫും എല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുന്ന കുട്ടിയുടെ സ്വഭാവം എന്താണ് മക്കളെ? ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനിമിസമാണ് എൻ്റെ ഉത്തരം അല്ലേ. അനിമിസമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ഉത്തരം ഉറച്ച് പറഞ്ഞ എല്ലാവരും. ദ കോഗ്നിറ്റീവ് എബിലിറ്റി ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻ പ്രീ ഓപ്പറേഷണൽ പീരീഡ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചിട്ട് ഉത്തരം പറയണം. കോഗ്നിറ്റീവ് എബിലിറ്റി ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻ പ്രീ ഓപ്പറേഷണൽ പീരീഡ്. ഈ ക്ലാസ് കഴിഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെ പരീക്ഷ ഇത് ക്ലാസ് കേൾക്കാതെ പോയി പരീക്ഷ എഴുതിയിട്ട് ഇതെന്ത് സാറേ ഇങ്ങനെ വന്നുകൊണ്ട് ചോദിച്ചതിനകത്ത് വരരുത് കേട്ടോ. അതുകൊണ്ട് വേണം ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ദ കോഗ്നിറ്റീവ് എബിലിറ്റി ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻ പ്രീ ഓപ്പറേഷണൽ പീരീഡ്. നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന, അപ്പോഴുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന കോഗ്നിറ്റീവ് എബിലിറ്റി താഴെ പറയുന്നതിൽ ഏതെന്നാണ്? എബിലിറ്റി ഓഫ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റൈലിൽ വന്ന ആളാണ്. ഒരു വ്യക്തമായ ഗോളും ലക്ഷ്യവും അതിലൂടെ ആ ഒരു ഇതിലേക്ക് പോകുന്നത് അല്ലേ. അതുപോലെ എബിലിറ്റി ഓഫ് ടേക്ക് അതേഴ്സ് പെർസ്പെക്റ്റീവ്. മറ്റൊരാളിൻ്റെ കാഴ്ചയിലൂടെ കാര്യങ്ങൾ കാണാൻ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുട്ടികൾ എന്താണ് മക്കളെ? ദേ ആർ ഈഗോ സെൻറ്ററിക് അല്ലേ. മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ ലോകത്തെ കാണാൻ അവർക്ക് കഴിയില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. അതുപോലെ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും എന്താണ്? ഇത് അതിനകത്ത് വരുന്നതല്ല. ഇത് നമ്മുടെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റൈലിൽ വരുന്നതാണ്. അപ്പോൾ ആൾ ഓഫ് ദ എബോവ്. അപ്പോൾ എന്താ നോക്കേണ്ടേ? ദ കോഗ്നിറ്റീവ് എബിലിറ്റി ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻ പ്രീ ഓപ്പറേഷണൽ പീരീഡ് എന്നാ ചോദ്യം. അപ്പോൾ ഇതെല്ലാം പ്രീ ഓപ്പറേഷൻ പീരീഡ് ഡെവലപ്പ് ചെയ്യുന്നതല്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ ശരിയാതാ എബിലിറ്റി ടു ടേക്ക് അതേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും അല്ലേ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ആ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈഗോ സെൻട്രിക് ആണ്. അപ്പോൾ ഈഗോ സെൻട്രിസം മാറി വരുന്നത് അല്ലേ, ആ ഒരു എബിലിറ്റി ഡെവലപ്പായി വരുന്നത് അല്ലേ. ആ ഒരു എബിലിറ്റി നോക്ക് ഇവിടെ എങ്ങനെയാണ്. ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ എബിലിറ്റി ടു ടേക്ക് അതേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് പ്രീ ഓപ്പറേഷണൽ പീരീഡിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിയായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പോൾ ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. ശ്രദ്ധിച്ചെഴുതണം. സൈക്കോളജി വരെ വരുന്ന ഏരിയാസ് ആണ്, തിയറീസ് ആണ്. ശ്രദ്ധിച്ചെഴുതണം നിങ്ങൾ ഉത്തരങ്ങൾ. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ ചിൽഡ്രൻ ഇൻ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആർ ഏബിൾ ടു ഡു. എന്തൊക്കെ ചെയ്യാൻ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് പറ്റുന്നതാണ്? റിവേഴ്സിബിൾ തിങ്കിങ് പറ്റൂലല്ലേ, അവർക്കത് പറ്റുകയില്ല. മേക്ക് ബിലീഫ് പ്ലേ പറ്റും അല്ലേ, നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ പറ്റില്ല, ഓരോന്നിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് കാര്യങ്ങളെ ക്ലാസിഫിക്കേഷൻ പറ്റത്തില്ല. കൺസർവേഷൻ പറ്റുകയില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മേക്ക് ബിലീഫ് പ്ലേ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിജി സെറ്റ് രൂഹി ദാറ്റ് 3 പെൻസിൽസ് ആർ ദെയർ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വന്നേക്കാം കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നെറ്റിനൊക്കെ ആണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ നോക്കാം. വിജി സെറ്റ് ടു രൂഹി ദാറ്റ്. അപ്പോൾ ജീൻ പിയാഷെയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരാം കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം ഇതെന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡിഗ്രി ലെവലാണല്ലോ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഡിഗ്രി ലെവൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും സെറ്റിനോ ഒക്കെ പഠിക്കുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ എഴുതുക. ഓക്കെ. Vijay said to Ruhi that 3 pencils are there and she says that pencil A is longer than pencil B and pencil B is longer than pencil C. നമ്മൾ സാധാരണ മെന്റൽ എബിലിറ്റി ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലേ, അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ. നോക്കുക. When Ruhi infers that A is a longer pencil than C, which characteristics of Jean Piaget's cognitive development is she demonstrating? ഈ കുട്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഏത് ക്യാരക്ടർ ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്ക്. സീരിയേഷൻ, കൺസർവേഷൻ, ട്രാൻസിറ്റീവ് തോട്ട്, ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. ശ്രദ്ധിക്കുക. സീരിയേഷൻ, നമുക്കൊരു പക്ഷേ ഒരു സംശയം ഉണ്ടാകാം ഇവിടെ എന്താണ് സീരിയേഷൻ ആണോ എന്ന്. കാരണം എന്താ, 3 സാധനമാണ് തന്നിരിക്കുന്നത് അല്ലേ. 3 പെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. എ എന്നും അതുപോലെ ബി എന്നും അല്ലേ സി എന്നും ഉള്ള 3 പെൻസിൽസ്.
അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ സീരിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കുട്ടിക്ക് 3 പെൻസിൽ നമ്മൾ കൈ കിട്ടുന്നു, അല്ലെങ്കിൽ 3 സാധനം കിട്ടുന്നു. അത് ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വെയിറ്റ് കൂടി ഇങ്ങനെ അടുക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങളുടെ വെയിറ്റ് അല്ലെങ്കിൽ നീളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ അടുക്കി വയ്ക്കുന്നു. അതിനാണ് സീരിയേഷൻ എന്ന് പറയുക. ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് വരുന്നൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സീരിയേഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു സംശയം നമുക്കുണ്ട്, ഇത് സീരിയേഷൻ ആണോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. ഇത് എന്താണ് ട്രാൻസിറ്റീവ് തോട്ട് എന്ന് പറയുമ്പോൾ, ട്രാൻസിറ്റീവ് ഇൻഫറൻസ്. അതായത് ഈ കുട്ടി ഇൻഫർ ചെയ്യുകയാണ്. അവിടെ ഉണ്ട് ആക്ച്വലി എന്താണ്, രൂഹി ഇൻഫേഴ്സ് ദാറ്റ് അല്ലെ, ട്രാൻസിറ്റീവ് ഇൻഫറൻസ് ആണ്. ഇൻഫേഴ്സ് ദാറ്റ് അതായത് എയേക്കാൾ വലുതാണ് ബി എന്ന് പറഞ്ഞു, ബി യേക്കാൾ വലുതാണ് സി എന്നും പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ ആള് എന്ത് ചെയ്തിട്ടില്ല, എയേക്കാൾ വലുതാണ് സി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, ഈ രൂഹി എന്ന് പറയുന്ന കുട്ടി ചിന്തിക്കുകയാണ് അല്ലെ, എയേക്കാളും വലുതാണ് ഉറപ്പായിട്ടും ബി, അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടല്ല അതിനേക്കാൾ വലുതാണ് സി. അപ്പോൾ എങ്ങനെ സംഭവിച്ചാലും ഉറപ്പായിട്ടും എ എന്ന് പറയുന്നത് സിയേക്കാൾ വളരെ ചെറുതായിരിക്കും എന്നുള്ള കാര്യം ഇയാൾ ഇൻഫർ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ട്രാൻസിറ്റീവ് തോട്ടാണ്. അതിനെ മെന്റൽ സീരിയേഷൻ എന്നും പറയും അല്ലേ. എന്താണ്, ട്രാൻസിറ്റീവ് തോട്ടാണ് അവിടെ വരുന്നത്, ട്രാൻസിറ്റീവ് ഇൻഫറൻസ്. ഓക്കെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. സംശയം ഉണ്ടാവാതെ നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. According to Piaget, which one of the following factors play an important role in influencing development? നോക്കാം, ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം. ഇത് തുടക്കത്തിൽ അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 4 ഫാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് എന്താണ്, എക്സ്പീരിയൻസ് വിത്ത് ദ ഫിസിക്കൽ വേൾഡ്. നമ്മളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതാൻ പറ്റുകയില്ല. റീഇൻഫോഴ്സ്മെൻറ്റ് ശരിയാണ്, ലാംഗ്വേജ് ശരിയാണ്, അല്ലെ ഇമിറ്റേഷൻ, ഇതെല്ലാം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം അവിടെ കൃത്യമായിട്ട് പിയാഷെ എന്ത് ചെയ്തിരിക്കുന്നു, എക്സ്പീരിയൻസ് വിത്ത് ദ വേൾഡ് പോലെ അങ്ങനെ മൊത്തം 4 അസിമിലേഷൻ അല്ലേ, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മൂന്നാമത് പറഞ്ഞ സംഭവം എക്സ്പീരിയൻസ് വിത്ത് ദ വേൾഡ്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഇൻ ജീൻ പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈസ് ക്യാരക്ടറൈസസ്. എന്താണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ? എന്താണ്, സെൻട്രേഷൻ ഇൻ തോട്ട് ഉണ്ടല്ലേ, അതുപോലെ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ഇല്ല, കൺസർവേഷൻ ആൻഡ് സീരിയറ്റ് ഒബ്ജക്റ്റ് അവിടെ ഇല്ല, അത് കോൺക്രീറ്റ് ഓപ്പറേഷനിലാണ്. ഡെവലപ്മെന്റ് ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഇവിടെ ഇല്ല, അത് ഫോർമൽ ഓപ്പറേഷനിലാണ്. അപ്പോൾ എന്താണ്, എ ആണ് സെൻട്രേഷൻ ഇൻ തോട്ട്. സെൻട്രേഷൻ തോട്ട് എന്താണ് ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ ഒരു ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും ഒരൊറ്റ ക്യാരക്ടറിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക, സെൻട്രേഷൻ എന്ന് പറയാം അല്ലേ. ഓക്കെ. അപ്പോൾ അതുപോലെ യങ് ചൈൽഡ് ക്യാൻ എൻഗേജ് ഇൻ സിംബോളിക് പ്ലേ ബട്ട് cannot as yet take perspective of another person and becomes easily upset by events he or she cannot control. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേജസ്, അതായത് ഇങ്ങനെയുള്ളൊരു കുട്ടി ഏത് സ്റ്റേജിൽ വരുന്ന കുട്ടിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന കുട്ടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിംബോളിക് പ്ലേ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു അല്ലേ, സിംബോളിക് പ്ലേ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. സിംബോളിക് പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെയാണ്. അപ്പോൾ എന്താണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നോക്കാം. അക്കോർഡിംഗ് ടു പിയാഷെ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണല്ലേ. സെൻസറി മോട്ടോർ കഴിഞ്ഞാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, അത് കഴിഞ്ഞാൽ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ, അത് കഴിഞ്ഞാൽ എന്താണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലേ. ഓക്കെ. അതുപോലെ മീന ഹാസ് ബിഗൺ ടു യൂസ് വേർഡ്സ് ആൻഡ് സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് വേർഡ് റെപ്രസെന്റ് ഒബ്ജക്ട്സ്. ഷീ ഈസ് ആൾസോ ബിഗിനിങ് ടു റീസൺ ലോജിക്കലി ദോ ഷീ കനോട്ട് പെർഫോം കൺസർവേഷൻ. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ വിച്ച് സ്റ്റേജ്, അതായത് മീന വേർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ലാംഗ്വേജ് പഠിക്കുന്നത് എവിടെയാണ് പറ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണല്ലേ. അതായത് ഒബ്ജക്ട്സിനെ റെപ്രസെന്റ് വേർഡ് ഉണ്ടെന്ന് പഠിക്കുക, അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഭാഗമാണല്ലേ. അതുപോലെ ഷീ ഈസ് ആൾസോ ബിഗിനിങ് ടു റീസൺ ലോജിക്കലി ഷീ കനോട്ട് പെർഫോം കൺസർവേഷൻ. ലോജിക്കൽ തിങ്ക് ചെയ്യാൻ തുടങ്ങി, പക്ഷേ കൺസർവേഷൻ ഈ ഒരു സാധനത്തിന്റെ രൂപം അങ്ങോട്ട് മാറ്റിയാലും അതിന് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കുട്ടി പഠിച്ചില്ല. അപ്പോൾ എന്താ സ്റ്റേജ് ഏതാ, അത്രയും മതി. നമ്മൾ ഒരുപാട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട. എന്താണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. നോക്കാം. ഇൻ വിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ് ഇൻഫന്റ് സീസ് ദ ഒബ്ജക്ട് ബട്ട് വെൻ ഇറ്റ് ഡിസപ്പിയർഡ് ദേ ഫോർഗെറ്റ് ദ ഒബ്ജക്ട്. ഏത് സ്റ്റേജിലാണല്ലേ, സെൻസറി മോട്ടോർ സ്റ്റേജിൽ മാത്രം. കൊച്ചുങ്ങളെ മാത്രമേ നമുക്ക് അയ്യോ കാക്ക കൊണ്ടുപോയി എന്ന് പറ്റിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഒരു കളിപ്പാട് എടുത്ത് അയ്യോ കാക്ക കൊണ്ടുപോയി, അപ്പോൾ ഈ കാക്ക കൊണ്ടുപോയി അല്ലെങ്കിൽ പോയെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ അത് സെൻസറി മോട്ടോർ സ്റ്റേജിൽ മാത്രമേ നമുക്ക് അങ്ങനെ കൊച്ചുങ്ങളെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ദ ഇൻഫന്റ് എക്സ്പീരിയൻസസ് ദ വ്യൂ ഓഫ് ഒബ്ജക്ട് ആസ് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. അതായത് സെയിം പറഞ്ഞില്ല, അത് കണ്ണിലില്ലെന്നുണ്ടെങ്കിൽ മൈൻഡിലും ഇല്ല, മറന്നു പോകും. കണ്ടാൽ മാത്രമേ നമുക്ക് ആ സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് അല്ലേ, ഒബ്ജക്റ്റ് പെർമനൻസ്. ഇത് എവിടെയാണ് വരുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് എന്ത് വരുന്നത്, ഈ സാധനം വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ദ തോട്ട്സ് ഓഫ് ആൻ ഇൻഫന്റ് ആർ കയോട്ടിക് ആൻഡ് ഡിസോർഗനൈസ്ഡ്. കയോട്ടിക്, അത്രയും കയോസ് ഉള്ള അല്ലേ, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റേജ് തന്നെയാണ്.
ഓക്കെ, അത് ഇവ എന്തിനാണ് കരയണത് നമുക്ക് ഒരു പിടുത്തവും കിട്ടുകയില്ല. പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കരച്ചിലിന് വ്യക്തമായ കാരണങ്ങളും അതുപോലെ അവൻ്റെ ചിന്തകളിൽ കുറേ ഒരു ഓർഗനൈസേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അതുപോലെ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ദ ചൈൽഡ് ഷോസ് ഹിസ് ക്യൂരിയോസിറ്റി ടു നോ ദ വേൾഡ് ഓർ എൻവയോൺമെന്റ് വേൾഡ് എല്ലാം അറിയുന്നുള്ള ക്യൂരിയോസിറ്റി കാണിക്കുന്നത് എപ്പോഴും എവിടെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ബാക്കി എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ദിസ് സ്റ്റേജ് ഈസ് എസ്പെഷ്യലി റിലേറ്റഡ് വിത്ത് ദിസ് ക്യൂരിയോസിറ്റി. കാരണം അവൻ നക്കാനും കടിക്കാനും അതുപോലെ തപ്പാനും എന്ത് കൈ കിട്ടിയാലും എടുക്കാനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ അവൻ ശ്രമിക്കുന്നത് എവിടെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ എന്താണ്? ഹൂ കാൾഡ് ദ ചിൽഡ്രൻ ലിറ്റിൽ സയന്റിസ്റ്റ്? കുട്ടികളെ കുഞ്ഞ് ശാസ്ത്രജ്ഞന്മാരെന്ന് വിളിച്ചത് വേറെ ആരുമല്ല മക്കളെ, ജീൻ പിയാഷെയാണ് അല്ലേ. ജീൻ പിയാഷെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ജീൻ പിയാഷെ ചിന്തിച്ചു എല്ലാവരും ഫോർമുല ഓപ്പറേഷൻ സ്റ്റൈലിലേക്ക് എത്തുമെന്നും അതുപോലെ എല്ലാവർക്കും ഇതുപോലെ ഒരു വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നം കൊടുത്തു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എല്ലാം നിരത്തി വെച്ചുകൊണ്ട് അവൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ശേഷിയുണ്ടെന്നും. അതെന്താ സയൻറ്റിസ്റ്റുമാരെല്ലാം അങ്ങനെ ചെയ്യുന്നേ അല്ലേ? എല്ലാവർക്കും ആ ശേഷി ഉണ്ടോടാ? താരതമ്യേന എല്ലാവരും ഞാൻ പറയാം അതാണ് പറഞ്ഞു, എല്ലാവരും ഇപ്പോഴും ആ സ്റ്റേജിൽ എത്തണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ച ആളാണ് ആര്? ജീൻ പിയാഷെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചിൽഡ്രൻ കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റുകൾ എന്ന് വിളിച്ച ആര്? ജീൻ പിയാഷെയാണ് അല്ലേ. ആരാണ്? ജീൻ പിയാഷെ. ജീൻ പിയാഷയുടെ കുട്ടികൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളാണ് കൂടുതലും എക്സ്പെരിമെൻ്റ് ഒബ്സർവ് ചെയ്തത്. ഓക്കെ, നോക്കാം. ഇൻ സെൻസറി മോട്ടോർ സ്റ്റേജ് ആൻ ഇൻഫന്റ് ഡെവലപ്സ്. ഇൻഫന്റ് എന്തൊക്കെയാണ്? ഹാൻഡ് ഐ കോർഡിനേഷൻ ഉണ്ടാവും അല്ലേ. കണ്ണെത്തുന്നിടത്ത് കൈ എത്തും അവന്. അതായത് അവൻ ഒരു സാധനം കണ്ടിട്ട് അത് പോയി പിടിച്ചെടുക്കും. മറ്റൊരുത്താണെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് കൈയും കണ്ണും ഒരുമിച്ചെത്തുക, അത് വരും അവന്. എക്സ്പെരിമെൻറ്റേഷൻ ക്രിയേറ്റിവിറ്റി, അവൻ എക്സ്പെരിമെൻ്റ് ചെയ്യും അല്ലേ. ഓരോ സാധനം കിട്ടിയാലും പൊളിച്ചകത്ത് എന്താണെന്ന് നോക്കും. അതുപോലെ പടമൊക്കെ ഇങ്ങനെ ഭിത്തിയൊക്കെ അഴുക്കാക്കും അവൻ. ക്രിയേറ്റിവിറ്റിയാണ്. എക്സ്പ്ലോറിങ് ദ വേൾഡ് ത്രൂ സെൻസസ് അല്ലേ. എന്താണ്? നക്കി നോക്കും, മണത്ത് നോക്കും അല്ലെ. ഇതെല്ലാം അവൻ ചെയ്യും അല്ലേ. എവിടെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഇതെല്ലാം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഈസ് ദ എന്താണ്? ഫസ്റ്റ് പിയാഷ്യൻ സ്റ്റേജ് ആണോ സെക്കൻഡ് പിയാഷ്യൻ സ്റ്റേജ് ആണോ? എന്താണ്? സെക്കൻഡ് പിയാഷ്യൻ സ്റ്റേജ് ആണ് അല്ലേ. സെക്കൻഡ് പിയാഷ്യൻ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ വിച്ച് ഈസ് കാൾഡ് ദ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ് അക്കോർഡിംഗ് ടു ജീൻ പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല, ഇവിടെ സംശയം തോന്നരുത്, സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ല, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ല ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ, നമ്മുടെ വിഷയം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണ് അല്ലേ. അത് എവിടെ തുടങ്ങുന്നു? 2 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ അല്ലേ. അതാണ്. അപ്പോൾ എന്താണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ. അതുപോലെ നോക്കാം. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അതായത് 2 to 7 years ഹാവിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സിംബോളിക് പ്ലേ ഉണ്ട് അല്ലേ, ഉണ്ട്. ഇൻറ്റ്യൂഷീവ് തോട്ട് അല്ലെ. ഇൻറ്റ്യൂഷീവ് തോട്ട് എന്താ? ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇൻറ്റ്യൂഷൻ ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ നീ എന്താ ഇങ്ങനെ ചെയ്തേ, അതെനിക്ക് പെട്ടെന്ന് ഇൻറ്റ്യൂഷൻ ഉണ്ടായെന്ന് പറയും. എന്താ ഇൻറ്റ്യൂഷൻ? ഉൾക്കാഴ്ച. പ്രത്യേകിച്ച് കാര്യം ഉൾക്കാഴ്ച ഒന്നുമല്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അവനങ്ങനെ തോന്നാനായിട്ട്, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു തോന്നുകൾക്ക് ഒന്നും പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവുന്നില്ല. അത് ഇൻറ്റ്യൂഷൻ തോട്ട് എന്ന് പറയുന്നത്. വലിയ ആൾക്കാരും ഇൻറ്റ്യൂഷൻ്റെ ഒക്കെ പിന്നിൽ തീരുമാനം എടുക്കാറുണ്ട് അല്ലേ. നോക്കാം. അപ്പോൾ അതാണ് സിംബോളിക് പ്ലേ ഓർ സിംബോളിക് ഫംഗ്ഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കറിയാം. ഇൻറ്റ്യൂഷീവ് തോട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈഗോ സെൻറ്ററിക് ആൻഡ് അനിമൽസ്. ഇനിയിപ്പോൾ ഇൻറ്റ്യൂഷീവ് തോട്ട് നമ്മളെ പഠിപ്പിച്ചില്ലെന്ന് വെച്ചോ, നമ്മളെ പഠിപ്പിച്ചില്ല, ഇൻഡ്യൂസ് തോട്ട് പഠിപ്പിച്ചിട്ടേ ഇല്ല. അപ്പം നമുക്ക് ഈഗോ സെൻറ്ററിക് ആൻഡ് അനിമിസവും ഈഗോ സെൻറ്ററിസവും നമുക്കറിയാം, കൃത്യമായിട്ട് അതിലുണ്ടല്ലേ. അപ്പം നമുക്ക് ആൾ ഓഫ് ദ എബോവ് കാണുമ്പോഴത്തേക്കും ഇതും കൂടെ ഉണ്ട് എന്ന കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഴുതേണ്ടത്. അതാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എഴുതേണ്ടി വരും. സിംബോളിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈഗോ സെൻറ്റർ, അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചേ. സിംബോളിക് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്, ഈഗോ സെൻറ്ററിക് ആൻഡ് അനിമസം പഠിച്ചിട്ടുണ്ട്. അതേസമയം ഇൻറ്റ്യൂഷീവ് തോട്ടുകൾ വന്നപ്പോഴത്തേക്കും അവിടെ താഴെ ആൾ ഓഫ് ദ എബോവ് വന്നപ്പോഴും നമ്മളത് സെലക്ട് ചെയ്യണം. അതേസമയം ഇതല്ല നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതല്ല നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്, ഇതല്ലേ അല്ല, ഇത് വേറൊരു സാധനം കിടക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് നടക്കുന്നത്, അബ്സ്ട്രാക്ട് തിങ്കിങ്. അപ്പം നമുക്കറിയാം ഇൻറ്റ്യൂഷീവ് തോട്ട് എന്തായാലും വരികയെന്നറിയാം, എന്ന് നമുക്ക് കൺക്ലൂഷൻ എത്താൻ പറ്റും. അപ്പോൾ എ മാത്രം നമുക്ക് എടുത്തു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റിയൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡി ആണ് ഇവിടെ ഉത്തരം, ആൾ ഓഫ് ദ എബോവ് ആണ്. ഇനി നോക്കാം. ഡ്യൂറിംഗ് ഡാഷ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഡെവലപ്മെന്റ് ലാംഗ്വേജ് എവിടെ നടക്കുന്നതാണ്? ഇത്രയുള്ള സെൻസറി മോട്ടോറിൽ അല്ല, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുപോലെ ഇൻ വിച്ച് സ്റ്റേജ് ദ ചിൽഡ്രൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ. എവിടെ പ്രീ ഓപ്പറേഷനിൽ കൺസർവേഷൻ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ. ഓക്കെ, അതുപോലെ സെൻസറി മോട്ടോറിലും
മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഓഫ് ചിൽഡ്രൻ ഏതൊക്കെയാണ്? ഈഗോ സെൻട്രിസം. അതുപോലെ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഓഫ് ചിൽഡ്രൻ ഏതൊക്കെയാണ് വരുന്നത് മക്കളെ? നോക്കാം. ഈഗോ സെൻട്രിസം വരുന്നുണ്ട് അല്ലേ? സീരിയേഷൻ വരില്ല, റിഫ്ലക്സ് വരില്ല, ട്രാൻസിറ്റിവിറ്റി വരില്ല, റിഫ്ലക്സ് വരുമോ ഇല്ലേ നമുക്കറിയില്ല. പക്ഷേ ഇത് രണ്ടും വരാത്തതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. ഈഗോ സെൻട്രിസം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ എന്താണ്? ഈഗോ സെൻട്രിസം അല്ലേ? ഓക്കെ അല്ലേടാ? അതുപോലെ ഡാഷ് മീൻസ് ദ ചിൽഡ്രൻ ടെൻ ടു സീ ദ വേൾഡ് ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ അതേഴ്സ് ഫ്രം ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഈഗോ സെൻട്രിസം അല്ലേ? അതായത് മറ്റുള്ളവരുടെ കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ കൂടെ കാണുക, നമ്മൾ കാണുന്ന പോലെയാണ് മറ്റുള്ളവർ കാണുന്ന കരുതുക. എന്താണ്? ഈഗോ സെൻട്രിസം. ഇത്രയുള്ള ഉദാഹരണം എന്താണ്? നമ്മളെ കൂടെ ചന്ദ്രൻ നിന്ന് നമ്മളെ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്മൾ പരപ്പ് ജംഗ്ഷനിൽ നിൽക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരം മുക്കി നിൽക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരം മുക്കില്ലല്ലേ, ഒരുപാട് മുക്കുണ്ട്. കൊല്ലത്ത് നിൽക്കുമ്പോഴത്തേക്കും എവിടെ വന്നാലും ചന്ദ്രൻ നമ്മളെ നിൽക്കും. നമ്മളേക്ക് എൻ്റെ അടുത്താണ് ചന്ദ്രൻ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ പറ്റിയല്ല. എന്ത് നമ്മൾ നേരത്തെ പരപ്പ് ചെയ്യുന്നപ്പോൾ എൻ്റെ അടുത്ത് അമ്മ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയല്ലേ തോന്നുന്നേ എന്ന് വിചാരിക്കാനുള്ള ശേഷി നമുക്കില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈഗോ സെൻട്രിസം എന്ന് വിളിക്കുക അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ അവൻ ഈഗോ സെൻട്രിക് ആയിരിക്കും. അതുപോലെ സെൻട്രേഷൻ അവനുണ്ടായിരിക്കും. സെമിയോട്ടിക് ഫംഗ്ഷൻ എന്നൊരു സാധനം കിടക്കുന്നു. ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? നോക്ക്, ശ്രദ്ധിക്കും മക്കളെ. അപ്പോൾ ഈ സെൻട്രേഷൻ ഉണ്ട്. കാരണം എന്താ? ഓരോ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ സാധനത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമേ അവന് കാണാനും അത് വെച്ച് തീരുമാനമെടുക്കാനും പറ്റത്തുള്ളൂ. ഈഗോ സെൻട്രിസം നമുക്ക് നേരത്തെ അറിയാം, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? നമ്മൾ സൂര്യൻ നമ്മളെ പുറകെ വരണം എന്ന് വിചാരിക്കും. അതുപോലെ സെമിയോട്ടിക് ഫംഗ്ഷൻ എന്ന് കിടക്കുന്നു. എന്താ സെമിയോട്ടിക് ഫംഗ്ഷൻ? നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ല. ഞാൻ പഠിപ്പിക്കാത്ത മനഃപൂർവ്വം പറയാത്ത കേട്ടോ. സെമിയോട്ടിക് ഫംഗ്ഷൻ ഞാൻ അവിടെ മനഃപൂർവ്വം പറയാത്ത ഈ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ആൾ ഓഫ് ദ വേവ് കിടക്കുന്നു. ഞാനാ എന്ത് ചെയ്യും? ഈ രണ്ടെണ്ണം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആൾ ഓഫ് ദ വേവ് ഞാൻ സെലക്ട് ചെയ്യും. കാര്യം എന്താ? എനിക്ക് ഇത് രണ്ടുമാണ് നല്ല ഉറപ്പുണ്ട്, 200% ഉറപ്പുണ്ട്. പിന്നെ എന്താ എഴുതിക്കൂടാത്തെ? എഴുതാം. അപ്പോൾ എന്താ സെമിയോട്ടിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ഒരു സാധനത്തിന് പകരം മേക്ക് ബിലീവ് പ്ലേ അല്ലേ, അതിൽ ആ സെമിയോട്ടിക് ഫംഗ്ഷനാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു കുട്ടി ഇതുപോലെ സാധനം കൈ കിട്ടി എടുത്ത് ചോദിച്ചാൽ അയ്യോ അമ്മ ഇവിടെ ഇല്ല കേട്ടോ, ഇതാണ് സെമിയോട്ടിക് ഫംഗ്ഷൻ. ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കളിക്കുക. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ്? ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഡാഷ് ഈസ് റെഫേർഡ് ആസ് ദ ബിലീഫ് ദാറ്റ് environmental characteristics can be attributed to human actions or interventions. ആ എൻവയോൺമെൻറ്റിലെ ക്യാരക്ടറിസ്റ്റിന്, അതായത് ഉദാഹരണത്തിന് എന്തൊക്കെയാണ്? മഴ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് മോളിൽ നിന്ന് ആരെങ്കിലും വെള്ളം എടുത്ത് ഒഴിക്കുകയാണെന്ന് വിചാരിക്കും അല്ലേ? വിചാരിക്കില്ലേ? പണ്ട് വിചാരിച്ചിട്ടില്ലേ? മോളിൽ നിന്ന് ആരോ വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അതുപോലെ ഇടി വെട്ടുമ്പോൾ നമ്മൾ പണ്ടെന്ന് വിചാരിക്കും അയ്യോ ആരോ എന്തിനാ എടുത്ത് വെട്ടുന്നു, ഇങ്ങനെ വിചാരിക്കും. അതുപോലെ മേഘം ഏതെങ്കിലും ആരോ ഉണ്ടാക്കിയതായിരിക്കും. ഇങ്ങനെ എൻവയോൺമെന്റൽ ക്യാരക്ടേഴ്സിന് ഒരു ആർട്ടിഫിഷ്യാലിസം കൊണ്ടുവരിക അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ആർട്ടിഫിഷ്യാലിസം എന്ന് വിളിക്കുക. എന്താണ് ആർട്ടിഫിഷ്യാലിസം എന്ന് വിളിക്കുക? അനിമിസം അല്ല. ഓക്കെ, അനിമിസം എന്താണ്? ഇനാനിമേറ്റ് ഒബ്ജക്ട്സിന് ലൈഫും ഫീലിംഗ്സും ഉണ്ടെന്ന് കരുതുന്ന ആ കുട്ടിയുടെ സ്വഭാവത്തെ അനിമിസം എന്ന് വിളിക്കുക അല്ലേ? ഇനി നോക്കാം. ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ചിൽഡ്രൻ ഫോക്കസ് ഓൺ ഓൺലി വൺ ആസ്പെക്ട് ഓഫ് സിറ്റുവേഷൻ ഓർ ഫോക്കസിങ് ഓൺ വൺ ഡയമെൻഷൻ ആൻഡ് നെഗ്ലക്റ്റിംഗ് അതേഴ്സ് ഈസ് കാൾഡ് സെൻട്രേഷൻ. വളരെ ഈസിയായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? unable to use previous knowledge or logic such as A is the brother of B and B is the brother of C. So A is the brother of C, but children fail to understand this logical sequence is called എന്ത് മക്കളെ? ട്രാൻസിറ്റീവ് ഇൻഫറൻസ് അല്ലേ? ട്രാൻസിറ്റീവ് ഇൻഫറൻസ് ഉള്ളതുകൊണ്ടാണ് അവനത് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലേ? ട്രാൻസിറ്റീവ് ഇൻഫറൻസ് മൂലമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഓക്കെ, അതുപോലെ നോക്കാം. ദ എബിലിറ്റി ഓഫ് ചിൽഡ്രൻ റിലേറ്റിംഗ് അൺറിലേറ്റഡ് തിങ്സ് ടുഗദർ ഈസ് കാൾഡ് സച്ച് ആസ് ബാർക്കിംഗ് ഓഫ് എ ഡോഗ്, ബലൂൺ പോപ്സ് എക്സെട്ര. പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെങ്കിലും അവന് അതിനെ നമുക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബലൂൺ പൊട്ടുന്നു, പട്ടി കുരയ്ക്കുന്നു, അതിലൊക്കെ അവർ പ്രത്യേക ബന്ധം കണ്ടെത്തുന്നു. അതിന് നമ്മൾ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്തായാലും അവൻ ഏകദേശം രണ്ടും സൗണ്ട് കേട്ട ഒരുപോലെ തോന്നി. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയും അതിനെ കേട്ടോ. അതായത് പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള റീസണിങ് എബിലിറ്റിയാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അത് ആണ് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. അതായത് നമുക്ക് ഈ ലെവലിലൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട്. എന്നാൽ ഞാൻ നെറ്റിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ആയിട്ട് ഈ ഏരിയ ചോദിച്ചുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് ഞാൻ വന്നേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നേക്കണത്. നിങ്ങൾക്ക് പറയാത്ത പല ഏരിയാസും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞ അതുകൊണ്ടാണ്. ഇനി ഇതൊക്കെ പഠിപ്പിച്ച് തീർത്ത് അതായത് നമുക്ക് ഒരു മാസ്റ്റേഴ്സ് ലെവലിൽ പഠിക്കേണ്ട ആവശ്യമില്ല, മാസ്റ്റേഴ്സ് ലെവലിലോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടിയും ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ലെവലിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളെ ചിന്തയെ ആ ലെവലിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ചോദ്യം മിസ്സാകത്തില്ല. നോക്കാം. അതുപോലെ ഇൻറ്റ്യൂട്ടീവ് തോട്ട് റെഫേഴ്സ് ആറ്റ് എന്താണ് പ്രത്യേകിച്ച് കാണണമെന്നില്ല, ഡോണ്ട് ഹാവ് എ റീസൺ ടു ബിലീവ്, പ്രത്യേകിച്ച് കാണണമെന്നില്ല എന്നുള്ള തോട്ടിനെയാണ് ഇൻറ്റ്യൂട്ടീവ് തോട്ട് എന്ന് പറയാം, ഇൻറ്റ്യൂഷൻ. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് പിയാഷേസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ മക്കളെ?
എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലേ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അതുപോലെ ഇൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് സീക്വൻസ് തിങ്സ് അക്കോർഡിംഗ് ടു ഷേപ്പ് സൈസ് ഓർ വെയിറ്റ് ഈസ് കാർഡ്. നമുക്ക് ഇവിടെ എന്താ സീക്വൻസിങ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, സീക്വൻസിങ് എന്ന് പറയുമ്പോഴത്തേക്കും അടുക്കി വെക്കുക. എന്താണ് സീരിയേഷൻ ആണ് എൻ്റെ ഉത്തരവായിട്ട് വരുന്നത് അല്ലേ. അതുപോലെ നോക്കാം ഇനി എന്താണ് ഇൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് കാറ്റഗറൈസിങ് ദ ഒബ്ജക്ട്സ് ബൈ ഷേപ്പ് സൈസ് ഓർ വെയിറ്റ് ഈസ് റെഫേർഡ് ആസ്. കുറേ സാധനം അവൻ്റെ മുന്നേ ഉണ്ട്, അവൻ പ്രത്യേകം കാറ്റഗറൈസ് വെക്കുന്നു. ഇതെല്ലാം വെയിറ്റ് കൂടിയ സാധനങ്ങൾ, ഇതെല്ലാം നീളം കൂടിയ സാധനങ്ങൾ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നതിനെ എന്ന് വിളിക്കും സീരിയേഷൻ അല്ല മക്കൾ, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നാ വിളിക്കുക അല്ലേ, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നാ വിളിക്കുക അല്ലേ. ഓക്കെ അല്ലേ. അതുപോലെ അറ്റൻഡിങ് മോർ ദാൻ വൺ ആസ്പെക്ട് ഓഫ് സിറ്റുവേഷൻ ഈസ് കാൾഡ് എന്താണ് ഡീസെൻട്രേഷൻ. സെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആസ്പെക്റ്റിനെ മാത്രം കാണാൻ പറ്റും അല്ലേ. അതുപോലെ ഇൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് വെൻ ആൻ ഇൻഫന്റ് ഏബിൾ ടു റിവേഴ്സ് ദ തിങ്സ് ഇൻ ടു പ്രീവിയസ് പാറ്റേൺ ഇറ്റ് ഈസ് റെഫേർഡ് ആസ് എന്താണ് റിവേഴ്സിബിലിറ്റി അല്ലേ, റിവേഴ്സിബിലിറ്റി എന്നാണ് അതിനെ വിളിക്കുക ആ ഒരു കഴിവിനെ. അതുപോലെ ദ എബിലിറ്റി ടു സോർട്ട് ഔട്ട് ദ ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു ഷേപ്പ് സൈസ് ഓർ വെയിറ്റ് ടാളർ അറ്റ് ടോപ്പ് സ്മാളർ അറ്റ് ബോട്ടം. എന്താണ് ശ്രദ്ധിക്കണം. എന്താണ് ഒരു കുട്ടി കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നു, അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പ് ഉള്ളതും വ്യത്യസ്തമായിട്ടുള്ള സൈസ് ഉള്ളതും വ്യത്യസ്തമായിട്ടുള്ള വെയിറ്റ് ഉള്ള സാധനങ്ങളുണ്ട്. ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഉയരമുള്ളതും ഏറ്റവും താഴെ ഇരിക്കുന്നത് ഏറ്റവും ചെറുതായ സാധനമാണ്. അത് ഉയരം എന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ അതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കോ, സീരിയേഷൻ എന്ന് വിളിക്കോ, ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കോ. സീരിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമോ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമോ സീക്വൻസിലും സീരിയേഷൻ എന്ന് പറയുക. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വ്യത്യസ്തമായ രീതിയിൽ അവൻ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഇതെല്ലാം വെയിറ്റ് കൂടിയ സാധനം, ഇതെല്ലാം ചുവന്ന സാധനം, അങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതെന്താ, ഇത് ട്രാൻസിറ്റിവിറ്റി ആണല്ലേ, ട്രാൻസിറ്റിവിറ്റി ആണ്. എന്താണ് ട്രാൻസിറ്റിവിറ്റി? കാര്യം എന്താണ്, ഇവന് പ്രത്യേകിച്ച് ഡയറക്റ്റ് ബന്ധമില്ല അതിൻ്റെ എന്താണ് ക്വാളിറ്റീസ് തമ്മിൽ, എന്നാലും അവൻ അത് തമ്മിലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം അവൻ. ഓക്കെ, ട്രാൻസിറ്റിവിറ്റി. നോക്കാം. വാട്ട് ഈസ് ഫോർത്ത് സ്റ്റേജ് ഓഫ് ഫിയാഷ്യസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അതുപോലെ നോക്കാം. ഇൻ വിച്ച് സ്റ്റേജ് ആൻഡ് ഇൻഡിവിജ്വൽ മൂവ് ബിയോണ്ട് റീസണിങ് ഓൺലി അബൌട്ട് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആൻഡ് തിങ്ക് ഇൻ മോർ അബ്സ്ട്രാക്ട് ഐഡിയലിസ്റ്റിക് ആൻഡ് ലോജിക്കൽ വേസ്. കോൺക്രീറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഏകദേശം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണല്ലേ, ഏഴാണ് ഉത്തരത്തിൽ വരുന്നത്. ഓക്കെ, അതുപോലെ ദ അബ്സ്ട്രാക്ട് ക്വാളിറ്റി ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഓർ തിങ്കിങ് ഈസ് എവിഡൻറ്റ് ഇൻ. ശ്രദ്ധിക്കുക, ദ അബ്സ്ട്രാക്ട് ക്വാളിറ്റി ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഓർ തിങ്കിങ് ഈസ് എവിഡൻറ്റ് ഇൻ. എവിടെയാണ്? വെർബൽ പ്രോബ്ലം സോൾവിംഗ് ഉണ്ടല്ലേ, വാക്കുകൊണ്ട് ഒരു പ്രശ്നം പറഞ്ഞാൽ ആ പ്രശ്നത്തിനെക്കുറിച്ച് കൃത്യമായിട്ട് അവന് ഉദാഹരണം വെച്ച് നോക്കാതെ അവന് പ്രോബ്ലത്തിലേക്ക് എത്താൻ പറ്റും. സെമിയോട്ടിക് ഫംഗ്ഷൻ ഡിഫിക്കൽട്ടി ഇൻ കൺസർവേഷൻ. എന്തൊക്കെയാണ് വരുന്നത്? സെമിയോട്ടിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോഴും നേരത്തെ കിട്ടിയല്ലേ, ഒരു സാധനം എടുത്ത് മറ്റൊരു വേറെ പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ അനുകരിക്കുക എന്നുള്ളത്. അല്ലെ ഡിഫിക്കൽട്ടി ഇൻ കൺസർവേഷനൊക്കെ ചെറിയ പ്രായത്തിൽ എവിടെയാണ് അല്ലേ, ആൾ ഓഫ് ദ വേർഡ് വെർബൽ പ്രോബ്ലം സോൾവിംഗ് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, ദ തിങ്കിങ് അബൌട്ട് തിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ ഫ്രണ്ട് പ്രസന്റ് ബിഫോർ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. ലോജിക്കൽ തിങ്കിങ് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആവരുത്, അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്, അതായത് ഫ്രണ്ടിലില്ല, നമുക്കിങ്ങനെ പ്രപ്പോസ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സാധനം അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. ഓക്കെ അല്ലേ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ ഫീച്ചേഴ്സ്? അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, ഡിഡക്റ്റീവ് റീസണിംഗ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് മെറ്റാ കോഗ്നിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്ങും പ്രോബ്ലം സോൾവിംഗ് നമുക്കറിയാം, മെറ്റാ കോഗ്നിഷൻ എന്നൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം അവിടെ പറയുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ്. അപ്പം ആൾ ഓഫ് ദേവ് നമ്മൾ ഉത്തരത്തിലേക്ക് പോകണം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എബിലിറ്റി ടു ലോജിക്കലി കമ്പൈൻ റിലേഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് സെർട്ടൈൻ കൺക്ലൂഷൻസ് ഈസ് റെഫേർഡ് ആസ് അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ, ലോജിക്കലി കമ്പൈൻ ചെയ്യാണ്. ഹൈറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ലോജിക്കൊന്നും വേണ്ട. എന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് സ്കെയിൽ വെച്ച് അളന്ന് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ റിലേറ്റ് ചെയ്യാം അല്ലേ. 5 സാധനം ഉണ്ടെങ്കിൽ ലെങ്ത് മാത്രം വെച്ച് വേണമെങ്കിൽ ഒരു മെഷീൻ ലാംഗ്വേജിൽ മെഷീൻ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ലോജിക്ക് അത് നേരത്തെ പറഞ്ഞത് ഏറ്റവും മുകളിൽ വെച്ചേക്കുന്നത് ഏറ്റവും ഉയരമുള്ളതും ഏറ്റവും താഴെ വെച്ചേക്കുന്നത് ഏറ്റവും ചെറുതും, ഇതിനിടയ്ക്ക് കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം ലോജിക്കലി ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. അതിനെ നമ്മൾ ഇന്ന് വിളിക്കുക ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക അല്ലേ, ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നോക്കുക, അറേഞ്ചിങ് ഒബ്ജക്റ്റ് ഇൻ സീക്വൻസ് അക്കോർഡിംഗ് ടു വൺ ആസ്പെക്റ്റ്, അത് നമുക്കറിയാം എന്താണ് സീരിയേഷൻ ആണല്ലേ. ഒരു ആസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സീരിയേഷൻ ഞാൻ പറഞ്ഞ കാര്യം, നീളത്തിൻ്റെ അടിസ്ഥാനത്തിലോ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ നോക്കാം. ദ എബിലിറ്റി ടു യൂസ് സിമ്പിൾസ് ടു റെഫർ ആക്ഷൻസ് ഓർ ഒബ്ജക്ട്സ്, അതിനെ നമ്മൾ വിളിക്കുക എന്താണ് വിളിക്കുക സെമിയോട്ടിക് ഫംഗ്ഷൻ വിളിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഹലോ കുഞ്ഞു അവയ്ക്ക് സുഖമാണ് എന്ന് പറയുന്നത് സെമിയോട്ടിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേടാ.
അവർ നോക്കാം വിച്ച് ആർ ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ സെൻസറി മോട്ടോർ സ്റ്റേജ് ഇൻ പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നോക്കാം. ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് അബ്സ്ട്രാക്ട് അല്ല, എന്താണ് ചിൽഡ്രൻ യൂസ് ദെയർ സെൻസസ് ആൻഡ് എബിലിറ്റി ടു മൂവ് അല്ലേ? യെസ്, ബി ആണ് ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ആൻസർ ആണ്, ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റൻ നോക്കാം. According to Piaget, what significant cognitive milestone is typically achieved by the end of the sensory motor stage? End of the sensory motor stage. Sensory motor stage അവസാനിക്കുമ്പോഴത്തേക്ക് എന്ത് പ്രത്യേകതയാണ് ഇവന് കിട്ടുന്നത്? എന്താ മക്കളെ? ഒബ്ജക്റ്റ് പെർമനൻസ് ആണെന്ന് കിട്ടുന്നത് അല്ലേ? അതായത് ഈ ഒരു അവനെ കാക്ക എടുത്തുകൊണ്ട് പോയി ഇവന് പറ്റിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവൻ എന്തായി? അവൻ അടുത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് ഒബ്ജക്റ്റ് permanence. What is the term used by Piaget to describe the awareness that objects continue to exist even they are not visible? അതിനെന്താണ് വിളിക്കുക? ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് പിയാഷെ വിളിച്ചത് അല്ലേ? ഒബ്ജക്റ്റ് പെർമനൻസ് എന്നാണ് പിയാഷെ വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻസറി മോട്ടോർ സ്റ്റേജ് ചിൽഡ്രൻ ബിഗിൻ ടു ഡെമോൺസ്ട്രേറ്റ് വിച്ച് ടൈപ്പ് ഓഫ് തിങ്കിങ്? ഏത് തരത്തിലുള്ളത് അല്ലേ? എന്താണ്? സിംബോളിക് തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, ഒരുപാടുണ്ടല്ലേ? എന്തൊക്കെയാണ്? സിംബോളിക് തിങ്കിങ് ആണ് അതിനകത്ത് വരുന്നത്. അതുപോലെ ഡ്യൂറിംഗ് ദ സെൻസറി മോട്ടോർ സ്റ്റേജ് ചൈൽഡ് ഈസ് ലൈക്ലി ടു എൻഗേജ് ഇൻ ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് ഇല്ല. കൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ വരുന്നില്ല. എക്സ്പ്ലോർ ദ വേൾഡ് വിത്ത് ടഫ് സെൻസ് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുക? എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. അതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കാം, അസേഷൻ നോക്കാം. ബൈ ദ എൻഡ് ഓഫ് ദ സെൻസറി മോട്ടോർ സ്റ്റേജ് ചിൽഡ്രൻ ഡെവലപ്പ് ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ എൻഡിൽ കുട്ടിക്ക് കിട്ടും. ശരിയായ പ്രസ്താവനയാണ്, അസേഷനാണ് അല്ലേ? അനുമാനം. അതിന്റെ റീസൺ നോക്കാം. Object permanence refers to the understanding that objects continue to exist only when they are not visible. പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്ക് അത് ശരിയാണെന്ന് തോന്നും അല്ലേ? അപ്പോൾ നമ്മൾ ഓൺലി അല്ല, ഈവൻ വെൻ ദേ ആർ നോട്ട് വിസിബിൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, ഈവൻ വെൻ ദേ ആർ നോട്ട് വിസിബിൾ എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ് അല്ലേ? തെറ്റിപ്പോയി. അതായത് ഇവിടെ അത്രേ ഉള്ളൂ, കാണാത്തപ്പോൾ മാത്രമേ ഒബ്ജക്റ്റ് ഉള്ളെന്ന് കുട്ടി വിശ്വസിക്കുക. അതിന് ഒബ്ജക്റ്റ് പെർമനൻസ് പറഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ്? അസേഷൻ ശരി, റീസൺ തെറ്റാണ് അല്ലേ? റീസൺ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്, സി ആണ് ഉത്തരം. ഡ്യൂറിംഗ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ചിൽഡ്രൻ പ്രൈമർലി എൻഗേജ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് പ്ലേ? ഏതാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്ത് ടൈപ്പ് ഓഫ് പ്ലേയിലാണ് കുട്ടികൾ എൻഗേജ് ആവുന്നത്? എന്താണ്? പ്രിറ്റൻഡ് പ്ലേ അല്ലേ? കോഓപ്പറേറ്റീവ് പ്ലേ ആണോ? അല്ല. കോഓപ്പറേറ്റീവ് പ്ലേ ആണോ? അല്ല എന്ന് പറയാൻ പറ്റില്ല. കോഓപ്പറേറ്റീവ് പ്ലേ ആ സമയത്തുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ എന്താണ്? നമുക്ക് പ്രിറ്റൻഡ് പ്ലേ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു സ്റ്റേജിൽ. കോഓപ്പറേറ്റീവ് പ്ലേ ഇല്ലെന്ന് പറയാൻ പറ്റത്തുണ്ട് കേട്ടോ. സ്ട്രക്ചേർഡ് പ്ലേ ഒന്നുമല്ല, ലോജിക്കൽ പ്ലേ അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കൺസെപ്റ്റ് ഓഫ് ഈഗോ സെൻട്രിസം ആസ് ഒബ്സർവ്ഡ് ഇൻ ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്? എന്താണ്? ബിലീവ് ദാറ്റ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്, അതാണോ? അല്ല അല്ലേ? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് അല്ല. ദ ഫെയിലിയർ ടു സീ ദ വേൾഡ് ഫ്രം അനദർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ് ആണ് എന്ത്? ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് അല്ലേ? ഈഗോ സെൻട്രിസം, സി ആണ് ഉത്തരം. അതുപോലെ വാട്ട് ഈസ് ദ സെൻട്രേഷൻ ആസ് ഇറ്റ് റിലേറ്റ്സ് ടു ചൈൽഡ്സ് റീസണിങ് ഡ്യൂറിംഗ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്? അത്രയേ ഉള്ളൂ. സെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദ ടെൻഡൻസി ടു ഫോക്കസ് ഓൺ എ സിംഗിൾ ആസ്പെക്ട് ഓഫ് an object situation or ignoring others അല്ലേ? ഒറ്റ കാര്യം മാത്രത്തെക്കുറിച്ച് ചിന്തിക്കുക, ബാക്കിയുള്ള എല്ലാം അവൻ അവോയ്ഡ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി അവനില്ല. അപ്പോൾ ഇൻ ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് വാട്ട് ഡസ് അനിമിസം റെഫേഴ്സ് ടു? എന്താണ്? ദ ഐഡിയ ദാറ്റ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ഹാവ് ലൈഫ് ആൻഡ് ഫീലിങ്സ് അല്ലേ? ജീവനില്ലാത്ത ശരീരങ്ങൾക്കും ലൈഫും ഫീലിങ്സും ഉണ്ടെന്നുള്ള കാര്യം അവൻ ചിന്തിക്കും. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചലഞ്ച് ചിൽഡ്രൻ ഫേസ് ഡ്യൂറിംഗ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഇൻ റിലേഷൻ ടു ലോജിക്കൽ തിങ്കിങ്? എന്താണ്? ഇൻ റിലേഷൻ ടു ലോജിക്കൽ തിങ്കിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചലഞ്ച് ചിൽഡ്രൻ ഫേസ് ഡ്യൂറിംഗ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്? അതായത് ലോജിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെടുത്തി ഈ ഒരു സമയത്ത് കുട്ടികൾ നേരിടുന്ന ചലഞ്ച് എന്താണ്? മാസ്റ്ററിങ് കൺസർവേഷൻ ഉണ്ട്, ഓവർകമ്മിങ് ഈഗോ സെൻട്രിസം ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് റിവേഴ്സിബിലിറ്റി, ഇതെല്ലാം അവൻ നേരിടുന്ന ചലഞ്ചുകളാണ് അല്ലേ? അപ്പോൾ എന്താണ്? ആൾ ഓഫ് ദ എബോവ് ആണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് കിട്ടാത്തത്? ലോജിക്കൽ തിങ്കിങ് ആ സമയത്ത് പറ്റാത്തത് എന്നുള്ളതാണ്. ഇനി അസഷൻ നോക്കാം. ചിൽഡ്രൻ ഇൻ ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഓഫൻ ബിലീവ് ദാറ്റ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ഹാവ് ലൈഫ് ആൻഡ് ഫീലിങ്സ്. ശരിയായിട്ടുള്ള ഒരു അസഷൻ. റീസൺ നോക്കാം. ദിസ് ബിലീവ് ഈസ് നോൺ ആസ് അനിമിസം. ശരിയാണ്, കൊള്ളാലോ. വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം, ഇത് കോൺക്രീറ്റ് ഓപ്പറേഷനിലല്ല വരുന്നത്, ഇത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഈ ഒരു അനിമിസം എന്നുള്ള സംഭവം ഉള്ളത് അല്ലേ? അപ്പോൾ എന്താണ്? ഇതാണ് എ ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത അസഷൻ നോക്കടാ. എന്താണ്? എ ചൈൽഡ് ഇൻ ദ പ്രീ ഓപ്പൺ സ്റ്റേജ് മേ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് റിമെയിൻസ് സെയിം വെൻ പോർഡ് ഇൻ ടു എ ഡിഫറൻറ്റ് ഷേപ്പ്ഡ് കണ്ടെയ്നർ അല്ലേ? ശരിയാണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ? നോക്കാം. ദ ഡിഫിക്കൽറ്റി എറൈസസ് ബിക്കോസ് ചിൽഡ്രൻ അറ്റ് ദി സ്റ്റേജ് ഹാവ് നോട്ട് യെറ്റ് മാസ്റ്റേർഡ് ദ കൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ അല്ലേ? കൺസർവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ലെവലെത്തിയില്ല. അപ്പോൾ എയും കറക്റ്റാണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഉത്തരം എ ആയിട്ടാണ് വരുന്നത് അല്ലേ?
ഇനി നോക്കാം, വാട്ട് ഈസ് ട്രാൻസിറ്റീവ് ഇൻഫറൻസ് ഇൻ ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ശ്രദ്ധിക്കുക, എന്താണ് ട്രാൻസിറ്റീവ് ഇൻഫറൻസ്? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ്? ദ എബിലിറ്റി ടു എൻഗേജ് ഇൻ അബ്സ്ട്രാക്ട് റീസണിങ് അല്ല, ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഒബ്ജക്റ്റീവ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഡെസ്പൈറ്റ് ചേഞ്ചസ് അപ്പിയറൻസ്, അതല്ല, അതെന്താണ് കൺസർവേറ്റിസം അല്ലേ. അതുപോലെ മെന്റൽ സീരിയേഷൻ, എന്താണ് മെന്റൽ സീരിയേഷൻ, വെയർ എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് എലമെന്റ്സ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കിയിട്ട് മാനസികമായിട്ട് അവനൊരു സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ അത് തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല, ഇവൻ്റെ ഈ ഇൻപുട്ടുകൾ തമ്മിൽ ബന്ധം ഉണ്ടാവണം നിർബന്ധമല്ല. അതിനെയാണ് എന്ന് വിളിക്കുക ട്രാൻസിറ്റീവ് ഇൻഫറൻസ് എന്ന് വിളിക്കുക അല്ലേ. ദ ടെൻഡൻസി ടു സീ ഓൺലി വൺ ഫീച്ചർ എന്ന് ഇതെന്നാണ്, ഇത് സെൻട്രേഷൻ ആണല്ലേ, സെൻട്രേഷൻ വരത്തില്ല. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ഡീസെൻട്രേഷൻ ആസ് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഡീസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. എബിലിറ്റി ടു കൺസിഡർ മൾട്ടിപ്പിൾ ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം സൈമൾട്ടേനിയസ്ലി, അതാണ് ഡീസെൻട്രേഷൻ. മറ്റേത് സെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആസ്പെക്ട് മാത്രമേ അവന് കാണാൻ പറ്റുള്ളായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുവടാ മക്കളെ. ഇതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തോണേ കേട്ടാ. അഭിമാന പ്രശ്നമാണ്. ആൻസർ ചെയ്തോളാം. ഒരു മാർക്ക് നിങ്ങളെ ജീവിതം മാറ്റിമറിക്കും. ആ ഒരു മാർക്കിനൊക്കെ ഭയങ്കര വിലയുണ്ട് കേട്ടോ, ഭയങ്കര വിലയുണ്ട്. ഇനി എങ്ങനെ പരീക്ഷ എഴുതുന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ചിരിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾക്ക് തീർക്കുക. അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി മാക്സിമം ചോദ്യങ്ങൾ കവർ ചെയ്ത് നിങ്ങൾക്ക് തരിക, നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യിക്കുക എന്നുള്ളൊരു യത്നത്തിലാണ് നമ്മുടെ ടീം സഹകാരി റേസ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ പവറായിട്ടിരിക്കും, എനിക്കറിയാം. ഇത്രയും ചോദ്യങ്ങൾ അവസാനം വരെ ഇരുന്ന് ക്വസ്റ്റ്യൻ കണ്ടവനെ സംബന്ധിച്ച് അവൻ ലിസ്റ്റിൽ കാണും കേട്ടാ, ഉറപ്പാണ് ആ കാര്യം. നിങ്ങൾ ഇത്രയും കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ ഒന്ന് വിളിക്കണം. കാരണം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗങ്ങൾ വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ് കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴേ കുറേ കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇതെനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ, ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ച് നിർത്തിപ്പോകാൻ സാധ്യതയുള്ള ആൾക്കാർ വരെയുണ്ട്. പക്ഷേ ഇത് അവസാനം വരെ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവന് ഒടുക്കത്തെ ചങ്കൂറ്റവും ഒടുക്കത്തെ ആത്മവിശ്വാസവും ഒടുക്കത്തെ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കും ആ കുട്ടിക്ക്. ആ കുട്ടി ആ ദൃഢനിശ്ചയം കീഴ്പ്പെടുത്തും, ഉറപ്പാണ്, എൻ്റെ വാക്കാണ്. അപ്പോൾ എല്ലാവരും വളരെ ക്ലിയർ കട്ടായിട്ട് വർക്ക് ചെയ്യുക. താങ്ക് യു വൺസ് അഗൈൻ. ബൈ.